ഞാൻ പറയുന്നു, നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ചെയർമാൻ 1949 ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാൻ PC മേളവീസ് ആയിരുന്നു. യെസ് ഓർ നോ? ഗവർണറെ നിയമിക്കുന്നത് വിവേചന അധികാരമാണോ അല്ലേ എന്നുള്ള കാര്യം ചോദ്യം വരാറുണ്ട്. ഡ്രസ്സ് നമ്മൾ വേർത്ത് നനയുമ്പോൾ ഡ്രസ്സ് ശരീരത്തിലോട്ട് ഒട്ടിപ്പിടിക്കുമല്ലോ, അതെന്തിനു ഉദാഹരണമാണ്? സൈക്കോളജി കുറച്ചൊന്ന് നല്ല രീതിയിൽ കയറി ചോദിച്ചായിരുന്നു. സൈക്കോളജി, ഓക്കെ, സൈക്കോളജി ഇത്ര നിലവാരത്തിലോട്ട് പോയി ക്വസ്റ്റ്യൻ. ശരി, പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു പരീക്ഷ എഴുതി തുടങ്ങുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ആദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ആ ആദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നമ്മുടെ ആ ഒരു പരീക്ഷയുടെ പെർഫോമൻസും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് നമ്മൾ ആദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് നമുക്ക് റൈസ് ആവും. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ചെയ്യുന്ന ചിലപ്പോൾ 1-2 പേജിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മുടെ ഉള്ള കോൺഫിഡൻസ് താഴോട്ട് പോകും. ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പാടുള്ളതാണെന്ന് വിചാരിച്ച് ബാക്കിയുള്ളതെല്ലാം അതുപോലെ പാടുള്ളതാവണമെന്നില്ല. ആദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻ എളുപ്പമുള്ളതെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം എളുപ്പമാവണമെന്നില്ല. അപ്പൊ നമ്മൾ അതൊരു ഇതായിട്ട് വെച്ചുകൊണ്ടിരിക്കണം. അതായത് ഇങ്ങനൊരു കാര്യം, അതായത് നമ്മൾ അത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു പെർഫോമൻസിനെ ബാധിക്കരുത് എന്നുള്ള കാര്യം. ഓക്കെ, ശരി. അപ്പം നിങ്ങൾ ആൻസർ കണ്ടു കാണും. അപ്പം എന്തൊക്കെയാണ് ഇനി ഇതിന്റെ കൂടെ പഠിക്കാനുള്ളത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ള രീതിയൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ശരി, എക്സ്ട്രാ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഇനി അടുത്ത മാസം ഇനിയിപ്പം എക്സസൈസ് ഉണ്ട്, അതിന്റെ അടുത്ത മാസം CPA ഉണ്ട്, പിന്നെ അടുത്ത നമുക്ക് ഇനിയിപ്പം ഡിഗ്രി പ്രിലിംസ് മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി അങ്ങോട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും ഈ ചോദ്യവും അതിന്റെ റിലേറ്റഡ് ഫാക്ട് നിങ്ങൾക്ക് യൂസ് ആയി വരും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഇതൊരു 10th ലെവൽ എക്സാം ആണെന്ന് കൂടി നിങ്ങൾ ഓർക്കുക. പരീക്ഷ വലിയ എളുപ്പമൊന്നും അല്ല. എന്ന് വെച്ചാൽ കുറെ ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ള ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്കൊരു പരീക്ഷ എളുപ്പമെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഹിസ്റ്ററി ആയിരിക്കും പാടുണ്ടാകുമെന്ന. ഹിസ്റ്ററി നല്ല ചോദ്യങ്ങളായിരുന്നു. ഹിസ്റ്ററി കാണുമ്പോൾ തന്നെ പകുതി ഫീസ് പോകുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫസ്റ്റ് വരുന്ന ഹിസ്റ്ററി അല്ലേ. ഇപ്പൊ ഏത് കോഡായാലും നമുക്ക് ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ഹിസ്റ്ററിയിലേ വരുന്നത്. അവിടെ നമുക്കൊരു ബ്ലോക്ക് വരും. ശരി, നോക്കാം. കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ ആരെന്നാണ്? അധികം അങ്ങും കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്. ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ അറിയോ ആർക്കെങ്കിലും? അറിയില്ലെങ്കിൽ അതിന്റെ ആൻസർ K. വാസുദേവൻ പിള്ളയാണ് കേട്ടോ. K. വാസുദേവൻ പിള്ളയാണ്. 2 കാര്യങ്ങൾ കൂടി ഇവിടെ പഠിക്കണം. ഈ ഹിന്ദി പ്രചാര സഭ ആരംഭിച്ച വർഷവും ഹിന്ദി പ്രചാര സഭ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യവും. കേരളത്തില് ഹിന്ദി പ്രചാര സഭ ആരംഭിച്ച വർഷവും ഹിന്ദി പ്രചാര സഭ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ ഒന്ന് പറയണം. അറിയോ ആർക്കെങ്കിലും? വളരെ 1934 തിരുവനന്തപുരത്താണ് ഹിന്ദി പ്രചാര സഭ എന്ത് ചെയ്യുന്നത്? 1934 തിരുവനന്തപുരത്താണ് ഹിന്ദി പ്രചാര സഭ സ്ഥാപിച്ചത്. അത് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അതിന്റെ സ്ഥാപകന്റെ പേരാണ് K. വാസുദേവൻ പിള്ള. K. വാസുദേവൻ പിള്ളയാണ് സ്ഥാപകൻ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ റാണി ഗൗരി ലക്ഷ്മിബായിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ്? ഇത് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ക്വസ്റ്റ്യന് കുറച്ച് നമുക്കൊന്ന് ഡൗട്ട് അടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു കാര്യം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1817 ആരാണ്? പാർവതി ഭായി ആണ് അല്ലെ? പാർവതി ഭായി ആണ് ഈ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് അല്ലെ? പാർവതി ഭായി ആണ്. അപ്പം 3ാമത് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവയെല്ലാം എന്നൊരു ഓപ്ഷനും കളയാം, ഓപ്ഷൻ സിയും കളയാം. ഇവയെല്ലാം എന്നൊരു ഓപ്ഷനും കളയാം, ഓപ്ഷൻ സിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളയാൻ പറ്റും. പിന്നെ നമുക്ക് അടിമത്തം അല്ലെങ്കിൽ അടിമ വ്യാപാരം തിരുവിതാംകൂർ നിർത്തലാക്കി. ആ പോയിന്റ് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. 1812 അടിമ വ്യാപാരം നിർത്തലാക്കിയത് ഈ ഗൗരി ലക്ഷ്മിബായി ആണെന്നുള്ള കാര്യം. അടിമത്തം നിർത്തലാക്കിയത്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ എയും എന്ത് എലിമിനേറ്റ് ചെയ്യാം. കാരണം അതിൽ 4 എന്ന പോയിന്റ് ഇല്ല. ഓപ്ഷൻ ബി നമുക്ക് എടുക്കാം. ഓക്കെ അല്ലേ? ആ രീതിയിൽ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ എടുക്കാം. അതായത് സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂർ നടപ്പിലാക്കി. നിങ്ങൾ ഈ ഹജൂർ കച്ചേരി എന്ന് കേട്ടിട്ടുണ്ടോ? ഹജൂർ കച്ചേരി. ആൻസർ കമന്റ്സ് കൂടെ മനസ്സിലായോ? ആ
ഓക്കെ, ഞാൻ അതാ പറയുന്നത്, നമുക്ക് എല്ലാ പോയിന്റ്സും അറിയണമെന്നില്ല. നമുക്ക് അറിയാവുന്ന പോയിന്റ് വെച്ചിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു പരീക്ഷ രീതിയിൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഹജൂർ കച്ചേരി എന്ന് കേട്ടുണ്ടോ കുട്ടികളെ? ഹജൂർ കച്ചേരി. ഈ ഹജൂർ കച്ചേരി എന്ന് പറയുന്ന ഈ സെക്രട്ടേറിയറ്റ് സംവിധാനം ആരംഭിക്കുന്നത് ആരുടെ കാലത്താണ്? ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. അതുപോലെ നിങ്ങൾ ചട്ടവരി ഓലകൾ എന്ന് കേട്ടുണ്ടോ? ചട്ടവരി ഓലകൾ എന്ന് കേട്ടുണ്ടോ? ചട്ടവരി ഓലകൾ എന്താണ്? ഈ ചട്ടവരി ഓലകൾ എന്താണ്? ചട്ടവരി ഓലകൾ നമ്മുടെ തിരുവിതാംകൂറിന്റെ നിയമസംഹിതയാണ് ചട്ടവരി ഓലകൾ കേട്ടോ. തിരുവിതാംകൂറിന്റെ നിയമസംഹിതയാണ് ചട്ടവരി ഓലകൾ. ഈ ചട്ടവരി ഓലകൾ തയ്യാറാക്കുന്നത് കേണൽ മൺറോയാണ്. കേണൽ മൺറോയാണ് ചട്ടവരി ഓലകൾ തയ്യാറാക്കുന്നത്. അത് ആരുടെ കാലത്തെന്ന് കേട്ട് കഴിഞ്ഞാൽ അതും ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. ഹജൂർ കച്ചേരി എന്ന സെക്രട്ടേറിയറ്റ് സമ്പ്രദായം അടിമ വ്യാപാരം നിർത്തലാക്കുന്നു. ചട്ടവരി ഓലകൾ എന്ന് പറയുന്ന നിയമസംഹിത വർഷം 1811 ചട്ടവരി ഓലകൾ എന്ന നിയമസംഹിത തയ്യാറാക്കുന്നതും ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്താണ്. അതുപോലെ അപ്പീൽ കോടതി സംവിധാനം ആരംഭിക്കുന്നതും തിരുവിതാംകൂറിൽ അപ്പീൽ കോടതി സംവിധാനം ആരംഭിക്കുന്നതും ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ് കേട്ടോ. തിരുവിതാംകൂറിൽ അപ്പീൽ കോടതി സംവിധാനം ആരംഭിക്കുന്നതും ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. ഓക്കെ അല്ലേ? ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ തിരുവിതാംകൂറിൽ ആരംഭിക്കുന്നത് 1806 കാലഘട്ടത്തിലാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ തിരുവിതാംകൂറിൽ ആരംഭിക്കുന്നത് കേട്ടോ. 1806 കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് ആരുടെ കാലഘട്ടമാണ്? 1806 കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് ആരുടെ കാലഘട്ടമായി വരുവാ? 1806 കാലഘട്ടം ആകുമ്പോൾ 1798 മുതൽ 1810 വരെ 1798 മുതൽ 1810 വരെ ആരാണ് കുട്ടികൾ? അവിട്ടം തിരുനാളാണല്ലേ? അവിട്ടം തിരുനാളിന്റെ കാലഘട്ടമാണ് അല്ലെ? അവിട്ടം തിരുനാളിന്റെ കാലഘട്ടമാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറാണ്. ഓക്കെ, അതുപോലെ CMS ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉണ്ടായിരുന്നു അല്ലെ? LMS തിരുവിതാംകൂർ മാത്രമാണ്. CMS അല്ലെങ്കിൽ ചർച്ച് മിഷൻ സൊസൈറ്റി മാറിപ്പോവരുത്. LMS തിരുവിതാംകൂർ മാത്രം, CMS ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയും തിരുവിതാംകൂറും ഉണ്ടായിരുന്നു. BEM ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അത് മലബാർ ആണല്ലേ? മലബാർ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ. നിങ്ങൾക്കൊരു ചോദ്യം ഇതിൽ നിന്ന് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്, ഹെർമൻ ഗുണ്ടർട്ടിനെ കുറിച്ചൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഹെർമൻ ഗുണ്ടർട്ട് ഇതിൽ ഏതിന്റെ പ്രവർത്തകനായിരുന്നു എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഹെർമൻ ഗുണ്ടർട്ട് ഇതിൽ ഏതിന്റെ പ്രവർത്തകനായിരുന്നു? LMS ആണോ, CMS ആണോ, BEM ആണോ? നമുക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹെർമൻ ഗുണ്ടർട്ടിന്റെ പ്രവർത്തന മേഖല കൂടുതലും തലശ്ശേരിയായിരുന്നു അല്ലെ? തലശ്ശേരിയാണ്. അദ്ദേഹം നമ്മുടെ രാജ്യസമാചാരം ആരംഭിച്ചതും പശ്ചിമോദയം ആരംഭിച്ചതെല്ലാം തലശ്ശേരി ബേസ് ചെയ്താണ്. അപ്പൊ തലശ്ശേരി ആവുമ്പോൾ അത് മലബാറാണ്. തലശ്ശേരി ആകുമ്പോൾ അത് ഏതാണ് കുട്ടികളെ? മലബാറാണ്. അപ്പൊ മലബാർ ആകുമ്പോൾ അത് ഏതാണ് കുട്ടികളെ? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തകനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് അല്ലാതെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും കേട്ടോ. LMSന്റെ പ്രവർത്തകനായിരുന്നു, CMSന്റെ പ്രവർത്തകനായിരുന്നു സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. ഹെർമൻ ഗുണ്ടർട്ട് മറക്കണ്ട. ഹെർമൻ ഗുണ്ടർട്ട് BEM ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തകനായിരുന്നു. ഓക്കെ അല്ലേ? ശരി, അടുത്ത ദിവസം അറ്റൻഡ് ചെയ്തേ. ജപ്പാൻ റഷ്യ ആക്രമിച്ച വർഷമാണ് ചോദ്യം. ഇത് സത്യം പറഞ്ഞാല് ഞാൻ പഠിപ്പിക്കാതെ വിട്ടാൽ എനിക്ക് ഉപയോഗം തോന്നിയ ക്വസ്റ്റ്യൻ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ 1905 പഠിപ്പിക്കത്തുള്ളൂ. കാരണം ടെക്സ്റ്റിലേക്ക് ഉള്ളത് 1905 മനസ്സിലായില്ലേ? നമ്മൾ 1905 ഈ ജപ്പാൻ റഷ്യ ആക്രമണം പറയുന്നത്, ജപ്പാൻ റഷ്യ ആക്രമിക്കുന്നത്. എന്നാൽ നിങ്ങൾ ടെക്സ്റ്റിൽ അത് വായിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഈ റഷ്യൻ വിപ്ലവമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റുകളിലും മറ്റുമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. 1905 ആണ് ജപ്പാൻ റഷ്യ യുദ്ധം നടന്നത്. പക്ഷെ ആ യുദ്ധം ആരംഭിക്കുന്നത്, അതായത് ജപ്പാൻ റഷ്യ ആക്രമിക്കുന്നത് 1904 യുദ്ധം നടന്ന കാലഘട്ടം 1904 1905 കാലഘട്ടമാണ്. ആക്രമിച്ച വർഷമല്ലേ? ജപ്പാൻ റഷ്യ ആക്രമിച്ചത് 1904 എന്നാൽ ആ യുദ്ധം
1904, 1905 കാലഘട്ടത്തിലാണ് നടന്നത്. ഈ യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത്? ഈ യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത്? ഈ യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത്? ഈ യുദ്ധത്തില് റഷ്യ പരാജയപ്പെട്ടു. ഈ യുദ്ധത്തില് റഷ്യ പരാജയപ്പെട്ടു. റഷ്യയാണ് പരാജയപ്പെട്ടത് കേട്ടാ. റഷ്യ പരാജയപ്പെട്ടു. നിങ്ങൾ മറക്കരുത്, ഈ 1904 ആരംഭിച്ച ജപ്പാൻ റഷ്യ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടു. അപ്പൊ റഷ്യ ഭരിച്ചിരുന്ന രാജവംശമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റഷ്യ ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? റഷ്യ ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? റഷ്യ ഭരിച്ചിരുന്ന രാജവംശം റോമനോവ് രാജവംശമാണ് അല്ലെ. റോമനോവ് രാജവംശം, സാർ ചക്രവർത്തിമാര് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. റോമനോവ് രാജവംശം, സാർ ചക്രവർത്തിമാർ, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഈ യുദ്ധത്തില് റഷ്യ ജപ്പാനോട് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഈ റഷ്യ വിപ്ലവത്തിന്റെ ആരംഭം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന സാർ ചക്രവർത്തിമാർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും വിപ്ലവങ്ങളും എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. മനസ്സിലായ? ഓക്കെ, അതായത് റഷ്യ ഈ അനു എന്ത് താറ് കമന്റ് ഓക്കെ ആയില്ലേ അനു ഇതിന്റെ? ഓക്കെ, ക്ലിയർ ആണ്, നോക്കിയോ. അപ്പം 1904 ആക്രമണം, 1904-05 കാലഘട്ടത്തിൽ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടുന്നത് കൊണ്ട് റോമനോവ് രാജവംശത്തിലെ സാർ ചക്രവർത്തിമാർക്കെതിരെ നമ്മുടെ റഷ്യയിലെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിപ്ലവങ്ങൾ നടത്തുന്നുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. ഇത് മുമ്പും ചോദ്യം വന്നിട്ടുണ്ട്, ഡിഗ്രി ലെവലിലൊക്കെ ചോദ്യം വന്നിട്ടുള്ളതാണ്. മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണെന്നാണ്. നമുക്ക് നോക്കുമ്പോൾ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, NSS, തിയോസഫിൽ സൊസൈറ്റി. ഒരു കൃത്യമായിട്ടൊരു അറിവില്ലാതെ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. വായിക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ വരും. എവിടെയെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, അത് നമുക്ക് ചിന്തിച്ച് വരുമ്പോൾ ഇത് എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ്. അപ്പം ഇനി സാമുദായിക സംഘടന NSS പ്രവർത്തിച്ചോ, ഇതൊക്കെ നമുക്ക് ഡൗട്ട് വരുന്നതാണ്. ഇവിടെ ആൻസർ വരുന്നത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ് കേട്ടോ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ്. എത്ര പേർക്ക് അറിയായിരുന്നു ഇത്? അതായത് ഈ ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ ആൻസർ കാണുന്നതിന് മുമ്പ് എത്ര പേര് കണ്ടിട്ടുണ്ട് ഈ ഒരു പോയിന്റ്? മലബാർ ലഹളയ്ക്ക് ഇരയാർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരെന്നുള്ള കാര്യം. ഇത് മെജോറിറ്റി ആൾക്കാരും ഇത് കണ്ടിട്ടില്ല. മെജോറിറ്റി ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ്. പക്ഷെ ഇത് മുമ്പ് ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. മുമ്പ് വന്നിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ക്ലിയർ ആണ്. അപ്പം നിങ്ങൾ നോക്കിക്കോ, ഈ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, അവിടെ നമുക്ക് ഇത് പറയാതെ പോകാൻ പറ്റത്തില്ല. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഏത് വർഷം ആരംഭിച്ചത്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഏത് വർഷം ആരംഭിച്ചത്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1905 അല്ലെ. 1905 ജൂൺ മാസം 12-നാണ് ആരംഭിക്കുന്നത്. സർവൻസ് ഓഫ് ഇന്ത്യ വർഷം മറക്കരുത്, ചോദിക്കാറുണ്ട്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരംഭിച്ച വർഷം 1905 ജൂൺ മാസം 12. ആരാണ് ആരംഭിച്ചത്? എവിടെയാണ് ആരംഭിച്ചത്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരാണ് ആരംഭിച്ചത്? എവിടെയാണ് ആരംഭിച്ചത്? ആരംഭിച്ച ആളുടെ പേര് ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ആരംഭിച്ചത്. എവിടെയാണ് ആരംഭിച്ചതെന്ന് പൂനെയിലാണ് ആരംഭിച്ചത്. പൂനെയിൽ. അപ്പം മലബാർ ലഹളയ്ക്ക് ഇരയായർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തിയ സംഘടന സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ്. 1905 ജൂൺ മാസം 12-ന് പ്രവർത്തനം ആരംഭിച്ചു. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സ്ഥാപകൻ. പൂനെയിലാണ് അത് സ്ഥാപിക്കപ്പെട്ടത് അല്ലെ. ഓക്കെ, ക്ലിയർ ആണ്. ഇതും ഒരുപാട് സ്കിപ്പ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആരെന്നാണ്? സെയിം കാര്യം, അതായത് കാണാനേ ചാൻസ് ഇല്ല. എത്ര പേർക്ക് അറിയായിരുന്നു ക്വസ്റ്റ്യൻ? മുമ്പ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? വിഷവൃക്ഷം, അതായത് ഞാൻ കണ്ടിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? മെജോറിറ്റിയും സ്കിപ്പ് തന്നെയാണ്. ഞാൻ അതാ പറഞ്ഞത്, അറിയാം. ഓക്കെ, കൃതി വായിച്ചിട്ടുണ്ട്. ക്ലിയർ ആണ്. ചിലരെങ്കിലും ഒക്കെ ഡിഗ്രി ലെവലിലൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾ കാണാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വിഷവൃക്ഷം കേട്ടോ.
പക്ഷെ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരും ഉണ്ട്. വിഷവൃക്ഷം ആരംഭിച്ച അല്ല എഴുതുന്ന നോവൽ എഴുതിച്ച ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് കേട്ടോ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഡിഗ്രി ലെവലൊക്കെ തയ്യാറെടുക്കുന്ന ആൾക്കാരാണ് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുന്നത്. നമ്മളിപ്പോ മലബാർ ലഹളയൊക്കെ 10th പ്ലസ് 2 ലെവലിലൊക്കെ എന്തും ഇത്രയും ഡീറ്റെയിൽ കാര്യം പഠിക്കത്തില്ല. ഓക്കെ, മനസ്സിലായോ? പക്ഷെ ഈ പല ക്വസ്റ്റ്യൻസും ആ ഒരു ഡിഗ്രി ലെവലിലുള്ള ഒരു നിലവാരത്തിലോട്ട് പോയിട്ടുണ്ട് ഹിസ്റ്ററിയിൽ കേട്ടോ. ഈ 9 ക്വസ്റ്റ്യൻ ആണ് പിന്നും കുഴപ്പം. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും പോയിന്റ് വെച്ചൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഒറ്റ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. വിഷവൃക്ഷം ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. 1873 പുറത്തിറങ്ങിയ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് എന്ന് പറയുന്ന കുട്ടികളെ വിഷവൃക്ഷം എന്ന് പറയുന്നത്. വിഷവൃക്ഷം 1873 പുറത്തിറങ്ങിയ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ്. ഓക്കെ, അദ്ദേഹം ബംഗാളി സാഹിത്യകാരനാണെന്നും അദ്ദേഹത്തിന്റെ 2 പ്രധാനപ്പെട്ട നോവലുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ ഏതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ ഏതാണ്? ആനന്ദമഠം ആദ്യത്തെ നോവൽ പറഞ്ഞാൽ തെറ്റും. ആനന്ദമഠം ആദ്യത്തെ നോവൽ അല്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ ഏതെന്ന് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് ദുർഗേഷ നന്ദിനിയാണ് കേട്ടോ. ദുർഗേഷ നന്ദിനിയാണ് ആദ്യത്തെ നോവൽ. ദുർഗേഷ നന്ദിനിയാണ് ആദ്യത്തെ നോവൽ കേട്ടോ. ദുർഗേഷ നന്ദിനിയാണ് ആദ്യത്തെ നോവൽ. ഓക്കെ, പിന്നെ നമ്മൾ ഈ ആനന്ദമഠം പഠിക്കുന്നത് എന്താ? ദുർഗേഷ നന്ദിനി വർഷം വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. 1865 1865. ആനന്ദമഠം നമ്മൾ പഠിക്കുന്നത് വന്ദേ മാതരം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ സന്യാസി കലാപം പരാമർശിക്കുന്ന നോവലാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് എന്ന് പറയുന്നത് ആനന്ദമഠം എന്ന് പറയുന്നത്. വന്ദേ മാതരം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ എന്താണ് കുട്ടികളെ സന്യാസി കലാപം പരാമർശിക്കുന്ന ആരുടെ ലാഗുണ്ടോ? ലാഗുള്ളോ ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്യണേ പ്ലീസ്. ഓക്കെ, അത് വർഷം 1882 ആനന്ദമഠം പുറത്തിറങ്ങിയ വർഷം 1882 അപ്പം നമ്മള് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ 3 കൃതികളാണ് പറഞ്ഞത്. ഓക്കെ, എന്റെ സൗണ്ട് അടഞ്ഞിരിക്കുകയാണ്, ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ സൗണ്ടിന്. വിഷവൃക്ഷം ബങ്കിം ചന്ദ്ര ചാറ്റർജി 1873 ബംഗാളി. ദുർഗേഷ നന്ദിനിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് 1865. ആനന്ദമഠം അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ്. കാരണം വന്ദേ മാതരം അതിൽ ഉൾപ്പെടുന്നുണ്ട്, സന്യാസി കലാപമാണ് അതിൽ പരാമർശിക്കുന്നത്. 1882 കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ 2027 LDC LGS പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കോംബോ ബാച്ച്. ആ ബാച്ച് ക്ലാസ്സുകൾ ഏപ്രിൽ 20 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1800 രൂപയാണ് ടോട്ടൽ ഫീസ് വരുന്നത്. ഇപ്പം നമ്മൾ വിഷു ഓഫർ ഇട്ടിട്ടുണ്ട്. അതായത് ഏപ്രിൽ 20 രാത്രി 12 മണിക്ക് മുമ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 600 രൂപ ഓഫർ പോയിട്ട് 1200 രൂപയ്ക്ക് നിങ്ങൾക്ക് ടോട്ടൽ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. പിന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് 62 35 19 93 06 ആ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് ഉണ്ടാകും. അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസവും ഓരോ മണിക്കൂർ വെച്ചാണ് ഇപ്പോൾ ക്ലാസ് പോകുന്നത്. പിന്നെ അതിൻ്റെ ഒരു പരീക്ഷ, പിന്നെ ഒരു ടോപ്പിക് എക്സാം, ആ ഒരു രീതിയിലാണ് ക്ലാസ് പോകുന്നത്. മെജോറിറ്റി ടോപ്പിക്സ് ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയുള്ള സബ്ജക്റ്റിനൊക്കെ വേറെ അധ്യാപകരുണ്ട്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്നുകിൽ കോഴ്സ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വർഷം അറ്റൻഡ് ചെയ്തേ. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം ഏതെന്നാണ്? ഓക്കെ, പിന്നെ നമുക്ക് കേരളത്തിലെ പ്രാചീന തുറമുഖം നമുക്ക് വലിയ ഡൗട്ടില്ലാതെ നമുക്ക് പോവാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബലിതയൊക്കെ പലർക്കും അറിയാമെങ്കിൽ മാത്രം, ബലിത എന്താണെന്നൊക്കെ അറിയാമെങ്കിൽ മാത്രമേ ഡൗട്ട് വരത്തുള്ളൂ. ബലിതയൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മളെ കണ്ണ് ഇതിലോട്ട് തന്നെ പോവും. ഓക്കെ, നൗറ, നെൽക്കിണ്ട, ബലിത എന്താ കുട്ടികളെ? ബലിത എന്താണ്? ബലിത വർക്കലയാണ് അല്ലെ? വർക്കലയാണ്. ബലിത വർക്കലയാണ് അല്ലെ? വർക്കല. ഓക്കെ, നൗറ എന്താ? നൗറ കണ്ണൂരാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് കാണത്തില്ല. കാരണം നമ്മൾ ഈ PSC പഠിച്ച് തുടങ്ങുന്ന സമയം തൊട്ട് നമ്മുടെ കണ്ണിൽ വരുന്ന സാധനം മുസിരിസ് ആണ്. മുസിരിസ് നമുക്കറിയാം. മുസിരിസ് നമ്മുടെ തൃശ്ശൂര്,
അതിന്റെ മറ്റ് പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂര് അല്ലെ, കൊടുങ്ങല്ലൂര്, അതുപോലെ അശ്മകം, അതുപോലെ തന്നെ മഹോദയപുരം ഇതൊക്കെ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. അധികം ബാക്കിയുള്ള ഓപ്ഷനൊക്കെ വായിച്ച് തല പുണ്ണാക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രാചീന തുറമുഖം, കേരളത്തിലെ പ്രാചീന തുറമുഖം, അതായത് പ്രാചീന ഇന്ത്യയുടെ പ്രവേശന കവാടം എന്നൊക്കെ അറിയപ്പെടുന്ന തുറമുഖം കേട്ടാ, മുസിരിസ് അല്ലെങ്കിൽ മുജിരി പട്ടണം, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. എന്നാലും ഉറപ്പില്ലാത്തത് കൊണ്ട് പല ആൾക്കാരും എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, സ്കിപ്പാക്കാൻ ചാൻസ് ഉണ്ട്. മനസ്സിലല്ലേ? എഴുതി തെറ്റിക്കേണ്ട, നെഗറ്റീവ് ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ടേ രണ്ടും കൽപ്പിച്ചത് എഴുതാൻ നിൽക്കുന്നവർക്ക് മാർക്ക് കിട്ടി കാണും. അതല്ല വെറുതെ കളയണ്ട എന്ന് നെഗറ്റീവ് ആക്കണ്ടേ. അത് ഞാൻ പറഞ്ഞില്ല, ആകെ മുസ്ലിസേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, ആകെ മുസ്ലിസേ അറിയൂ എന്നുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, മുസ്ലിം എഴുതി മാർക്ക് ഒപ്പിച്ച് കാണും. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ദിവസം അറ്റൻഡ് ചെയ്തേ. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏതെന്നാണ്. ഇതൊക്കെ ഒരുപാട് തവണ ബേസ് ചോദിച്ചിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഇനി ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറെ എളുപ്പമുള്ളതാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം അല്ലെ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഓക്കെ. ബംഗാളിന്റെ ദുഃഖം ഒക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും എഴുതാൻ പറ്റി കാണും. ദാമോദറാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ദാമോദറാണ് അല്ലെ. ഓക്കെ, അതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ദാമോദർ, ഞാൻ ചോദിക്കട്ടെ, ദാമോദർ ഏത് നദിയുടെ പോഷക നദിയാ? അങ്ങനെ ചോദിക്കുകയാണ്. ദാമോദർ ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിക്കുകയാണ്. പറഞ്ഞേ. ദാമോദർ നിങ്ങൾ കേട്ട ഉടനെ കൊണ്ട് എവിടെ വെക്കരുത്, ഗംഗ കൊണ്ട് വെക്കരുത്. ദാമോദർ ഹൂഗ്ലി നദിയുടെ പോഷക നദിയാണ്. ഹൂഗ്ലി നദിയുടെ പോഷക നദിയാണ് കേട്ടോ. ഹൂഗ്ലി നദിയുടെ പോഷക നദിയാണ് എന്ന് പറയുന്ന കുട്ടികളെ, ഹൂഗ്ലി നദിയുടെ പോഷക നദിയാണ് എന്ന് പറയുന്നത് ദാമോദർ എന്ന് പറയുന്നത് ഹൂഗ്ലി നദിയുടെ പോഷക നദിയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ശരി. ഈ നെൽക്കിണ്ട കേരളത്തിലെ തുറമുഖം തന്നെയാണ്, പ്രാചീന കേരളത്തിലെ തുറമുഖം തന്നെയാണ്. അത് ഏത് ഭാഗത്താണ് വരുന്നത് ഈ നെൽക്കിണ്ട? ലെഫ്റ്റ് ആയിക്കോ. നെൽക്കിണ്ട നീണ്ടകരയാണ് കേട്ടോ. നീണ്ടകരയാണ് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. നീണ്ടകര അല്ലെങ്കിൽ കൊല്ലം ഏരിയ ആണ് നെൽക്കിണ്ട കേട്ടോ. അത് പഠിച്ചു വെച്ചോണേ. അപ്പൊ ചോദ്യം വന്നതുകൊണ്ട് ബലിത വർക്കല, നെൽക്കിണ്ട, നീണ്ടകര അല്ലെങ്കിൽ കൊല്ലം, നൗറ കണ്ണൂര്, മുസിരിസ് കൊടുങ്ങല്ലൂര്. ഓക്കെ, ഈ സ്ഥലങ്ങളുടെ പേര് പ്രാചീന നാമങ്ങളാണ്. ഇത് പഠിച്ചു വെച്ചോണം കേട്ടോ, നോട്ട് ചെയ്ത് വെച്ച് അത് വായിച്ചോണം കേട്ടോ. ബലിത വർക്കല, നീണ്ടകര, കൊല്ലം, നൗറ കണ്ണൂര്, മുസിരിസ് കൊടുങ്ങല്ലൂര്. മാർത്ത അറിയോ? മാർത്ത എന്ന സ്ഥലം ഏതെന്നറിയോ? മാർത്ത അറിയോ? ആർക്കെയും പറയാമോ? മാർത്ത എനിയോ? മാർത്തയാണ് കരുനാഗപ്പള്ളി കേട്ടാ. കരുനാഗപ്പള്ളി മാർത്തയാണ് കരുനാഗപ്പള്ളി കേട്ടോ. കരുനാഗപ്പള്ളി. ഓക്കെ. ഗോശ്രീ അറിയോ? ഗോശ്രീ അറിയോ? ഗോശ്രീ ആരും പറയുന്നില്ല. ഗോശ്രീയാണ് കൊച്ചി കേട്ടോ. ഗോശ്രീയാണ് കൊച്ചി. പിന്നെ നിങ്ങൾക്ക് സ്ഥിരം ഈ കേരള ഹിസ്റ്ററി എന്നൊക്കെ ചോദ്യം വേണ്ട സാധനമുണ്ട്. ഓടനാട് രാജവംശം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വരാറുണ്ട്. ഓടനാടൊക്കെ ചോദ്യം വരുന്നതാണ്. ഓടനാട് രാജവംശം. ഓടനാട് കായംകുളം കേട്ടോ. ഓടനാട് കായംകുളം കേട്ടോ. അതുപോലെ നോട്ട് ചെയ്ത് വെച്ചോ. മാർത്ത കരുനാഗപ്പള്ളിയാണ്, ഗോശ്രീ കൊച്ചിയാണ്, ഓടനാട് കായംകുളമാണ് കേട്ടോ. കായംകുളമാണ്. നിങ്ങൾ ഹെർക്കില കേട്ടുണ്ടോ? ഹെർക്കുലസ് അല്ല. ഹെർക്കില കേട്ടുണ്ടോ? ഹെർക്കില ആർക്ക് പറയാം? ഹെർക്കില ഏത് സ്ഥലമാണ്? ഹെർക്കില കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡാണ് ഹെർക്കില.
കാസർഗോഡാണ് ഹെർക്കില കേട്ടോ. കാസർഗോഡാണ് ഹെർക്കില കേട്ടോ. കാസർഗോഡാണ് ഹെർക്കില കേട്ടോ. ഓർത്ത് വെച്ചോണം, നോട്ട് ചെയ്ത് വെച്ചോണം ഈ പറഞ്ഞ സ്ഥലങ്ങൾ കേട്ടോ. ബാക്കിയുണ്ട്, മുന്നോട്ട് പോകണനുസരിച്ച് പറഞ്ഞുതരാം. ഈ പറഞ്ഞ സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഹെർക്കില കാസർഗോഡ്. സ്നേഹ ബീവിയുടെ നാടൊക്കെ കാസർഗോഡ് അല്ലേ? സ്നേഹ ബീവി എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ഓക്കെ. സദാനന്ദപുരം ഞങ്ങളുടെ തിരുവനന്തപുരമാണ്. ഗാന്ധിജി നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ഞങ്ങളുടെ തിരുവനന്തപുരത്തെയാണ് കേട്ടോ. അതൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് വിഷമം തോന്നുന്നു. കാരണം വെച്ചാൽ ബാക്കിയുള്ളവർക്ക് അത് വിഷമം തോന്നുന്ന കാര്യങ്ങളാണ്. നിത്യഹരിത നഗരമാണ് കേട്ടോ ഞങ്ങളുടെ തിരുവനന്തപുരം. നോക്കിയോ, ഇന്ത്യയിൽ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെയെന്നാണ് ചോദ്യം. ഇന്ത്യയിൽ ആദ്യത്തെ അണുശക്തി നിലയം എവിടെ കുട്ടികളെ? ആദ്യത്തെ അണുശക്തി നിലയം എവിടെയാണ്? താരാപൂർ ആണ് അല്ലേ? താരാപൂർ. ഏത് വർഷം ഏത് സംസ്ഥാനം എന്ന് പറഞ്ഞേ? 1969 മഹാരാഷ്ട്ര. 1969 മഹാരാഷ്ട്ര അല്ലേ? ഇന്ത്യയിൽ ആദ്യത്തെ അണുശക്തി നിലയം അല്ലെങ്കിൽ ആണവോർജ നിലയം, അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ 1969 മഹാരാഷ്ട്രയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ചോദ്യം ഇട്ട ആൾക്ക് കേരളം ഒരു അണുശക്തി നിലയമായി മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉള്ള ഒരു അണുശക്തി നിലയമായിട്ടാണ് ചോദ്യകർത്താവ് നമ്മുടെ കേരളത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നോക്കിയോ, ഞാൻ അതാണ് ആലോചിക്കുന്നത്. വേറെ എത്ര കിടക്കാണ്? നറോറ ഇത് മറ്റേ മറ്റേ ഇത് എന്തെല്ലാം കിടക്കുന്നത്? നമ്മുടെ കൈക കിടക്കുന്നു, കക്രപ്പാറ കിടക്കുന്നത്. ഇത്രയും സ്ഥലങ്ങൾ കിടക്കുമ്പോൾ നമ്മുടെ കേരള അണുശക്തി നിലയം. വേറെ ഒരു ഓപ്ഷനും കിട്ടിയില്ല. ഓക്കെ, നോക്കേ, ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതെന്നാണ് ചോദ്യം. ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി, അത് സ്ഥിരം ചോദ്യമാണ്. ഞാൻ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയർ ആണ് അല്ലെ? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷ മർദ്ദം അളക്കുന്ന അത് മെർക്കുറി ബാരോമീറ്റർ അല്ലെ? മെർക്കുറി ബാരോമീറ്റർ. ആരാ മെർക്കുറി ബാരോമീറ്റർ കണ്ടെത്തിയേ? പറഞ്ഞേ. മെർക്കുറി ബാരോമീറ്റർ കണ്ടെത്തിയത് ആരാ? ടോറിസെല്ലിയാണ് കേട്ടോ. അതും പഠിച്ചോണം, സ്കൂൾ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. മെർക്കുറി ബാരോമീറ്റർ കണ്ടെത്തിയത് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് ടോറിസെല്ലിയാണ് കേട്ടോ. ടോറിസെല്ലിയാണ് മെർക്കുറി ബാരോമീറ്റർ കണ്ടെത്തിയത് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് ടോറിസെല്ലിയാണ് കേട്ടോ. ടോറിസെല്ലി. ഓക്കെ. അനിമോമീറ്റർ എന്തിനു ഉപയോഗിക്കുന്നു? പറഞ്ഞേ. അനിമോമീറ്റർ എന്തിനു ഉപയോഗിക്കുന്നു? അനിമോമീറ്റർ കാറ്റിന്റെ എന്തെന്ന് പറയണം? അനിമോമീറ്റർ കാറ്റിന്റെ വേഗത കേട്ടോ. കാറ്റിന്റെ വേഗത അളക്കാനുള്ള ഉപകരണമാണ് അനിമോമീറ്റർ കേട്ടോ. കാറ്റിന്റെ വേഗത. ദിശ ആരടാ പറഞ്ഞത്? ദിശ ഏതാ? കാറ്റിന്റെ വേഗതയാണ് അനിമോമീറ്റർ. കാറ്റിന്റെ ദിശ ഇത് അങ്ങോട്ട് മാറിപ്പോകരുത്. രണ്ടും ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അതായത് മുന്നോട്ടുള്ള പരീക്ഷകളിൽ നിങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കണം. കാറ്റിന്റെ വേഗത അനിമോമീറ്റർ, കാറ്റിന്റെ ദിശ അളക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൽ. ഓക്കെ. തെർമോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? പറഞ്ഞ തെർമോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? തെർമോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നു? പറഞ്ഞ തെർമോമീറ്റർ. ആർക്ക് പറയാം? തെർമോമീറ്റർ ടെമ്പറേച്ചർ, താപനില. താപമല്ല, താപനില. ടെമ്പറേച്ചർ അല്ലെ? ടെമ്പറേച്ചർ. താപനില അളക്കാനുള്ള ഉപകരണമാണ് ഏത് കുട്ടികളെ? തെർമോമീറ്റർ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഈ തെർമോമീറ്റർ കണ്ടെത്തിയത് ആരാ? അതായത് ജലം ഉപയോഗിച്ച് തെർമോമീറ്റർ കണ്ടെത്തിയത് ആരാ? ജലം ഉപയോഗിച്ച് തെർമോമീറ്റർ നിർമ്മിച്ചത് ആരാ കുട്ടികളെ? ജലം ഉപയോഗിച്ച് തെർമോമീറ്റർ നിർമ്മിച്ച വ്യക്തിയാണ് ഗലീലിയോ കേട്ടോ. ഗലീലിയോ. ഓക്കെ. ഇനി മെർക്കുറി അല്ലെങ്കിൽ ആൽക്കഹോൾ തെർമോമീറ്റർ നിർമ്മിച്ചത് ആരാ? മെർക്കുറി അല്ലെങ്കിൽ ആൽക്കഹോൾ തെർമോമീറ്റർ നിർമ്മിച്ചത് ആരാ? ഗലീലിയാണ് ജലം ഉപയോഗിച്ച് ആദ്യമായിട്ട് തെർമോമീറ്റർ നിർമ്മിച്ചത്. മെർക്കുറി അല്ലെങ്കിൽ ആൽക്കഹോൾ തെർമോമീറ്റർ നിർമ്മിച്ചത് ആരാ? നിങ്ങൾക്ക് അറിയാം. ആളുടെ പേരാണ് ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ്. ആരാ കുട്ടികളെ? ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് കേട്ടോ. ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് ആണ്. മെർക്കുറി അല്ലെങ്കിൽ ആൽക്കഹോൾ തെർമോമീറ്റർ നിർമ്മിച്ച ആളുടെ പേരാണ് ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് കേട്ടോ. ഡാനിയൽ ഗബ്രിയൽ
ഫാരൻഹീറ്റ്. നമ്മുടെ പനിയൊക്കെ നോക്കാൻ ഉപയോഗിക്കുന്ന ക്ലിനിക്കൽ തെർമോമീറ്റർ നിർമ്മിച്ച ആളുടെ പേരാണ് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് കേട്ടോ. തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് കേട്ടോ. ഈ പറഞ്ഞ പേരുകൾ മറക്കണ്ട, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ജലം ഉപയോഗിച്ച് ആദ്യമായിട്ട് തെർമോമീറ്റർ നിർമ്മിച്ച ആളുടെ പേരാണ് ഗലീലിയോ ഗലീലി. മെർക്കുറി അല്ലെങ്കിൽ ആൽക്കഹോൾ തെർമോമീറ്റർ നിർമ്മിച്ച ആളുടെ പേരാണ് ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് കേട്ടോ. നമ്മള് താപനിലയുടെ അളവ് പറയുന്നില്ലേ ഫാരൻഹീറ്റ്, അത് ഈ ആളുടെ പേരാണ്, ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ്. അദ്ദേഹമാണ് മെർക്കുറി അല്ലെങ്കിൽ ആൽക്കഹോൾ തെർമോമീറ്റർ കണ്ടെത്തിയത്. നമ്മുടെ ഈ ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയ ആൾ ആരാന്ന് കേട്ട് കഴിഞ്ഞാൽ അതാണ് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. ഓക്കെ, ഓർത്തിരിക്കുക. ശരി, അതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടിച്ചെങ്കിൽ ഇതൊക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ലോക ഭൗമദിനം ആഘോഷിക്കുന്ന എന്നാ കുട്ടികളെ പറഞ്ഞേ? ലോക ഭൗമദിനം ഏപ്രിൽ മാസം 22. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പറഞ്ഞ കുട്ടികളെ 2025 ലോക ഭൗമദിനത്തിന്റെ തീം എന്താണ്? 2026 വന്നില്ലേ, 2026 വരാൻ പോകുന്നില്ലേ ഉള്ളൂ. 2025 ലോക ഭൗമദിനത്തിന്റെ തീം എന്താണ്? 2025 കറക്റ്റ് ആണ് രേഷ്മ. അവർ പവർ അവർ പ്ലാനറ്റ്. തിരിച്ചാണ് അവർ പവർ അവർ പ്ലാനറ്റ് കേട്ടോ. 2025 ഭൗമദിനത്തിന്റെ അല്ലെങ്കിൽ വേൾഡ് എർത്ത് ഡേയുടെ തീമാണ് അവർ പവർ അവർ പ്ലാനറ്റ് കേട്ടോ. അവർ പവർ അവർ പ്ലാനറ്റ്. ഓക്കെ, വിച്ച് ഈസ് അവർ പ്ലാനറ്റ്? നമ്മുടെ പ്ലാനറ്റ് ഏതാ? അതൊക്കെ ചോദിച്ച പറഞ്ഞിരിക്കും പിള്ളേര്. എർത്ത് ഭൂമി. എന്റെ മുഖം നല്ല കനത്തിരിക്കുന്നല്ലേ, വയ്യ, പനി പിടിച്ചു. അരണ്ടേ പ്രശാന്ത ചന്ദ്ര മെഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി, ഒരു ഡൗട്ടും വേണ്ട, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി PC മെഹലനോബിസ്, പ്രശാന്ത ചന്ദ്ര മെഹലനോബിസ് എന്ന് പറയുമ്പോൾ PC മെഹലനോബിസ് ആണ്. ചില ആൾക്കാരുണ്ട് മുഴുവനൊന്നും വായിക്കത്തില്ല. പ്രശാന്ത ചന്ദ്ര എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന, ഈ മെഹലനോബിസ് ഒന്നും കാണത്തില്ല. പ്രശാന്ത ചന്ദ്ര, അയ്യോ ഇങ്ങനെ വായിച്ച പ്രശാന്ത ചന്ദ്ര എനിക്ക് അറിയാത്ത ആരുമാണ്, എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത, അത് വായിച്ച് കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ. ഓക്കെ, അപ്പൊ PC മെഹലനോബിസിന്റെ മുഴുവൻ പേരാണ് പ്രശാന്ത ചന്ദ്ര മെഹലനോബിസ് കേട്ടോ. PC റൈയുടെ മുഴുവൻ പേര് അറിയോ നിങ്ങൾക്ക്? PC റൈയുടെ മുഴുവൻ പേരറിയോ? PC റൈയുടെ മുഴുവൻ പേരറിയോ? പ്രഫുല്ല ചന്ദ്ര റേ എന്നാണ് കേട്ടോ. AC മജുംദാർ മുഴുവൻ പേരറിയോ? AC മജുംദാർ അംബിക ചരൺ മജുംദാർ എന്നാണ് അല്ലെ, അംബിക ചരൺ മജുംദാർ എന്നാണ്. WC ബാനർജിയുടെ മുഴുവൻ പേരറിയോ? WC ബാനർജിയുടെ മുഴുവൻ പേരറിയോ? വില്ലിയല്ല, ഉമേഷ് ചന്ദ്ര ബാനർജി എന്നാണ് കേട്ടാ. ഉമേഷ് ചന്ദ്ര ബാനർജി കേട്ടോ. WC ബാനർജിയാണ് ഉമേഷ് ചന്ദ്ര ബാനർജി കേട്ടോ. AO ഹ്യൂമിന്റെ മുഴുവൻ പേരോ? AO ഹ്യൂമിന്റെ മുഴുവൻ പേരെന്താണ്? അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്നാണ് കേട്ടോ. അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്നാണ്. ഓക്കെ, BR റാവുവിന്റെ മുഴുവൻ പേരെന്താ? BR റാവുവിന്റെ ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന BR റാവുവിന്റെ മുഴുവൻ പേരെന്താ? BR റാവു, ബെനഗൽ രാമറാവു. ഓക്കെ, ബെനഗൽ രാമറാവു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അഡ്വൈസർ ആയിരുന്ന BN റാവുവിന്റെ മുഴുവൻ പേരെന്താ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഉപദേശകനായിരുന്ന
പറയാൻ പറ്റുമോ? അത് ബെനഗൽ നരസിംഹറാവു. ബെനഗൽ നരസിംഹറാവു അല്ലെ, ബെനഗൽ നരസിംഹറാവു. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ചോദിച്ചതിൽ നമ്മുടെ ഒരു പ്രധാനമന്ത്രിയുടെ മുഴുവൻ പേരിട്ട് ചോദിച്ചിട്ടുണ്ട്. വി പി സിംഗിന്റെ മുഴുവൻ പേര് അറിയാവോ? വി പി സിംഗ്. വി പി സിംഗിന്റെ മുഴുവൻ പേര് അറിയോ? വി പി സിംഗ്. വി പി സിംഗ്. വി പി സിംഗിന്റെ മുഴുവൻ പേര് ആർക്കെ അറിയോ? വി പി സിംഗ്. വാപ്പാല പങ്കുണ്ണി മേനോൻ, അത് വി പി മേനോൻ. വി പി സിംഗ് ആണ് പ്രധാനമന്ത്രി. വാപ്പാല പങ്കുണ്ണി മേനോൻ, വി പി മേനോൻ. വി പി മേനോൻ. ഇത് മേനോൻ വേറെ, സിംഗ് വേറെ. ഓക്കെ. വി പി വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്നാണ് കേട്ടോ. വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്നാണ്. വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്നാണ് കേട്ടോ. ഓക്കെ. വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്നാണ്. ഓർത്ത് വെച്ചോ ഈ പേരുകളൊക്കെ. അപ്പൊ നമുക്ക് നോക്കാം. പി സി മേൽനോബിസ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയാണ് അദ്ദേഹം. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവാണ്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവാണ്. ഓക്കെ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ചോദിക്കുമ്പോൾ എം വിശ്വേശ്വരയ്യ അല്ലെ, എം വിശ്വേശ്വരയ്യയാണ് പിതാവ്. ഓക്കെ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ എം വിശ്വേശ്വരയ്യയും, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നോ ഇന്ത്യൻ ബജറ്റിന്റെ പിതാവെന്നോ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവെന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പി സി മെഹ്ലനോബിസ് അല്ലെങ്കിൽ പ്രശാന്ത ചന്ദ്ര മെഹ്ലനോബിസ് ആണ്. അപ്പൊ ഒന്നാമത്തെ ശരിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മെഹ്ലനോബിസിന്റെ വികസന ആസൂത്രണ നയം മുന്നോട്ട് വെച്ചത്. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട്. 8ാം പഞ്ചവത്സര പദ്ധതിയല്ല, 2ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ. 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് പി സി മെഹ്ലനോബിസിന്റെ ആശയം മുന്നോട്ട് വരുന്നത്. ഓക്കെ. 8ാം പഞ്ചവത്സര പദ്ധതി നിങ്ങൾ പഠിക്കുന്നുണ്ട്. 8ാം പഞ്ചവത്സര പദ്ധതി ആരുടെ പേരിൽ അറിയപ്പെടുന്നത്? 8ാം പഞ്ചവത്സര പദ്ധതി പറഞ്ഞേ. 2 പി സി മെഹ്ലനോബിസ് ആണെങ്കിൽ 8ാം പഞ്ചവത്സര പദ്ധതി റാവു മൻമോഹൻ മോഡൽ അല്ലെങ്കിൽ മൻമോഹൻ മോഡൽ എന്ന് പറയും അല്ലെ. റാവു മൻമോഹൻ മോഡൽ അല്ലെങ്കിൽ മൻമോഹൻ മോഡൽ എന്ന് പറയുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. മറക്കരുത്, റാവു മൻമോഹൻ മോഡൽ അല്ലെങ്കിൽ മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ. ഇനി മെഹ്ലനോബിസ് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. നമുക്കിപ്പോ എന്തായാലും ഉത്തരം കിട്ടി, ഒരു ഓപ്ഷനല്ലേ വേണ്ടത്. അത് ശരിയാണ്. 1931 കൽക്കട്ടയില് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് പി സി മെഹ്ലനോബിസ് ആണ്. അതുപോലെ തന്നെ 1951 ന്യൂഡൽഹിയില് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തതും ആര് തന്നെയാണ്? പി സി മെഹ്ലനോബിസ് തന്നെയാണ്. നോട്ട് ചെയ്ത് വെക്കുക. 1931 കൽക്കട്ടയില് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതും പി സി മെഹ്ലനോബിസ് ആണ്. അതുപോലെ 1951 ന്യൂഡൽഹിയില് CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിച്ചപ്പോഴ് നേതൃത്വം കൊടുത്തതും ആര് തന്നെയാണ് കുട്ടികളെ? നമ്മുടെ പി സി മെഹ്ലനോബിസ് തന്നെയാണ്. ഓക്കെ അല്ലേ? പറഞ്ഞ കുട്ടികളെ, നിങ്ങളെ ദേശീയ വരുമാന കമ്മിറ്റി, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ദേശീയ വരുമാന കമ്മിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നാഷണൽ ഇൻകം കമ്മിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 1949 രൂപീകരിക്കപ്പെട്ട നാഷണൽ ഇൻകം കമ്മിറ്റി. ഞാൻ പറയുന്നു, നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ചെയർമാൻ 1949 ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാൻ പി സി മെഹ്ലനോബിസ് ആയിരുന്നു. യെസ് ഓർ നോ? 1949 ദേശീയ വരുമാന കമ്മിറ്റി രൂപീകരിച്ചപ്പോഴ് അതിന്റെ ചെയർമാൻ പി സി മെഹ്ലനോബിസ് ആയിരുന്നു. ശരിയാണ്. ഓക്കെ. സാംഖ്യ എന്ന ജേണൽ ആരംഭിച്ചതും ആരാണ് കുട്ടികളെ? പി സി മെഹ്ലനോബിസ് ആണ് അല്ലെ. സാംഖ്യ എന്ന ജേണൽ ആരംഭിച്ചതും ആരാണ്? പി സി മെഹ്ലനോബിസ് ആണ്. അപ്പൊ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി, ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ്. 2ാം പഞ്ചവത്സര പദ്ധതി ഇദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. മെഹ്ലനോബിസ് കൽക്കട്ടയിൽ 1831 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. 1951 ന്യൂഡൽഹിയിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തതും പി സി മെഹ്ലനോബിസ് ആണ്. 1949 ഫോം ചെയ്ത നാഷണൽ ഇൻകം കമ്മിറ്റി, ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാനും പി സി മെഹ്ലനോബിസ് ആണ്. സാംഖ്യ എന്ന ജേണൽ ആരംഭിച്ചതും പി സി മെഹ്ലനോബിസ് ആണ്. ഓക്കെ. അടുത്ത ദിവസം അറ്റൻഡ് ചെയ്തേ. പറയണ പോയിന്റ് ഒക്കെ എഴുതി വെക്കുന്നുണ്ടോ? അറിഞ്ഞാത്ത പോയിന്റ് ഒക്കെ അതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ്. എഴുതിയെടുത്ത് വെക്കണം. അറിയാത്ത കാര്യങ്ങൾ എഴുതിയെടുത്ത് വെക്കണം. ഭൂപരിഷ്കരണത്തിന്റെ ഭൂപരിധി നിശ്ചയിക്കൽ
ചോദ്യം നന്നായി വായിക്കാമെങ്കിൽ നമുക്ക് ഉത്തരവെടുക്കാൻ പറ്റും. ഭൂപരിധി നിശ്ചയിക്കൽ എന്നാണ് നമുക്ക് എന്ന നടപടിയുമായി ബന്ധമുള്ള പ്രസ്താവന ഏതെല്ലാം എന്നാണ്. ഇത് എല്ലാവർക്കും എഴുതാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ചോദ്യം വായിച്ച് നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്ത് ഉത്തരവെടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക്, എക്സാം ഹാളിലെ പ്രഷർ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഉത്തരവെടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റും. ഭൂമിയിൽ അധ്വാനിക്കുന്നവരിൽ നിന്നും പാട്ടം ചുമത്തുക, അത് ഭൂപരിധി നിശ്ചയിക്കലുമായി ബന്ധപ്പെട്ട് വരത്തില്ല. ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക, ഭൂപരിധി നിശ്ചയിക്കുക. ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക, അത് ശരിയാണ്. കാർഷിക ഉൽപാദനക്ഷമതയിലെ പ്രാദേശിക അസമത്വം വർദ്ധിപ്പിക്കുക. പ്രാദേശിക അസമത്വം വർദ്ധിപ്പിക്കുക എന്നതാണ്. അസമത്വം വർദ്ധിപ്പിക്കുക ഒരിക്കലും വരത്തില്ല, അല്ലേ? അസമത്വം വർദ്ധിപ്പിക്കുക എന്നുള്ള പോയിന്റ് ഒരിക്കലും വരത്തില്ല. അപ്പൊ അത് നമുക്ക് കളയാം. ഇനി അടുത്ത, ഭൂവുടമസ്ഥത കുറച്ചു പേരിൽ കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കുക, അല്ലെ? ഭൂപരിധി നിശ്ചയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിലുണ്ടാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുമ്പോൾ അത് കുറച്ച് ആൾക്കാരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. 2ഉം 4ഉമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വായിച്ച് ആലോചിച്ച് ഉത്തരവെടുക്കാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയോ? ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയപ്പോൾ എടുക്കാൻ പറ്റിയോ ഇതിന്റെ ആൻസർ? പറ്റിയോടാ? പറ്റിയെങ്കിൽ നല്ല കാര്യം. നിങ്ങൾക്ക് ഉത്തരവെടുക്കാൻ പറ്റിയെങ്കിൽ നല്ല കാര്യം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കിട്ടിയെങ്കിൽ നല്ലൊരു, ഒരുപാട് ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കിട്ടിയെങ്കിൽ നല്ല കാര്യം. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. ഒരു പ്രസംഗം തന്നെ കൊടുത്തിട്ടുണ്ട്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകപരമായ ഘടനാപരവും പരസ്പര വിരുദ്ധവുമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിന് 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. അതായത് നമ്മള് ഈ പറയുന്ന അമൃത് കാൽ 2023-24 ബഡ്ജറ്റ് അമൃത് കാൽ, ഞാൻ പറഞ്ഞു 2027 വികസിത ഭാരത്. ആൻസർ അറിയാം. ക്വസ്റ്റ്യൻ മനസ്സിലാവല്ലോ. ക്വസ്റ്റ്യൻ ഒരു എസ്സേ തന്നെയുണ്ട്. ഓക്കെ, സാധാരണ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കാണ് ഇങ്ങനെ ഒരു വലിയൊരു എസ്സേ തന്നിട്ട് ആ എസ്സേക്ക് താഴെ ചെറിയൊരു പോയിന്റ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ വികസിത ഭാരതാണ് ആൻസർ. വികസിത ഭാരതാണ് 2047. അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം ആകുമ്പോൾ വികസിത ഭാരത് എന്ന ലക്ഷ്യത്തിലാണ് ഇന്ത്യ പൊക്കോണ്ടിരിക്കുന്നത്, അല്ലേ? ഓക്കെ, എഴുതിയോ നിങ്ങൾ? ഇത് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതില് നിങ്ങൾക്ക് വലിയ ഒരു കുഴപ്പമില്ല. ഒന്ന് വായിച്ചൊക്കെ വന്നാൽ തന്നെ നീതി ആയോഗ് 2047 കാണുമ്പോൾ തന്നെ നമുക്ക് വികസിത ഭാരത് എഴുതാൻ പറ്റേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. അടുത്ത, ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്ത നയം ഏതെന്നാണ്. ഇതും എളുപ്പമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വകാര്യവൽക്കരണമാണ്, അല്ലെ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ മേഖലയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ് കുട്ടികളെ? അത് സ്വകാര്യവൽക്കരണമാണ്. ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക, ശരിയാണ്. ചെറുകിട വ്യവസായ മേഖലയിൽ മാത്രം ഉൽപ്പാദിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം ഗവൺമെന്റ് ഇല്ലാതാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചെറുകിട വ്യവസായ മേഖലയ്ക്ക് മാത്രം നൽകിയിരുന്ന കാര്യങ്ങൾ വൻകിട വ്യവസായ മേഖലയ്ക്ക് കൂടി നടപ്പിലാക്കി. കമ്പനി നികുതി നിരക്ക് കുറച്ചു. കേട്ടോ, ബാക്കിയുള്ള പോയിന്റ് പഠിച്ചോണേ കേട്ടോ. ഈ ഒരു പോയിന്റ് വെച്ച് നിങ്ങൾക്ക് ഉത്തരം എടുക്കാമെങ്കിലും ബാക്കിയുള്ള പോയിന്റുകൾ കൺഫ്യൂസിംഗ് ആണ്. അതുകൊണ്ട് പഠിച്ചോണം. വായിച്ചു വരുമ്പോഴേ നിങ്ങൾക്ക് ഇത് ഉറപ്പായോണ്ടാണ് നിങ്ങൾ ഉത്തരം എടുത്തത്. ഇതല്ല എന്നുള്ള കാര്യം ഉറപ്പായി നിങ്ങൾ ഉത്തരം എടുത്തത്. പക്ഷെ ഇത് ഇത്ര എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു എളുപ്പമുള്ള ഒരു പോയിന്റ് അല്ലായിരുന്നെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വന്നേനെ. അതുകൊണ്ട് ഈ ബാക്കിയുള്ള 2 പോയിന്റും കൂടെ വായിച്ച് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. ക്ലിയർ ആണ്? ഓക്കെ, ഒരു റഫ് നോട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ചിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ വരുമ്പോൾ അത് എന്ത് ചെയ്യാൻ പെട്ടെന്ന് അത് എഴുതി വെച്ച് പഠിക്കാൻ പറ്റണം. ഓക്കെ, ഗാട്ട് എന്ന സംഘടന പിൻഗാമി 95 ഏതാ കുട്ടിയെ? ലോക വ്യാപാര സംഘടന, അല്ലെ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ഒന്ന് ആൻസർ ചെയ്ത് നോക്കട്ടെ. അതങ്ങനെ ഡിലീഷൻ പോവും? ഒരിക്കലും ഡിലീഷൻ പോവില്ല. നിങ്ങൾക്ക് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗോതമ്പ് വിപ്ലവം എന്ന് പറഞ്ഞ് അറിയപ്പെട്ടത് അത് പരിഹസിച്ച് എന്തിനാ ഇവിടെ പെടുന്നേ? ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, നേട്ടം, കമ്പോള മിച്ചം, ബഫർ സ്റ്റോക്ക് വർദ്ധിച്ചു കേട്ടാ.
ഭക്ഷ്യധാരണയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത, ഇതൊക്കെ നിന്നെയൊക്കെ തത്ത പഠിപ്പിക്കും പോലെ പറഞ്ഞ് പഠിപ്പിച്ചു തന്ന വിട്ട കാര്യങ്ങളല്ലേ. ഇത് എന്ത് സംശയം വരുന്നത്? അന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തന്നു, ഗോതമ്പ് വിപ്ലവം എന്ന പേര് കളിയാക്കി വിളിച്ചതാണ്. ഗോതമ്പിന് മാത്രമേ നേട്ടം ഉണ്ടാകുന്നുള്ളൂ, ഗോതമ്പിന് അരിക്ക് മാത്രമേ നേട്ടം ഉണ്ടാകുന്നുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കളിയാക്കി വിളിച്ചതാണ് ഗോതമ്പ് വിപ്ലവം. അത് നേട്ടങ്ങളിൽ ഉൾപ്പെടാത്ത കാര്യമാണത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. ഡിമെറിറ്റിൽ വരുന്ന, ഇപ്പൊ ഡിമെറിറ്റ് ആയിട്ട് പറയില്ലെങ്കിലും ഡിമെറിറ്റ് ആയിട്ടും പറയാം നമുക്കത്. നമ്മൾ ആ ഡിമെറിറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടത്. കാരണം ഉൽപാദനം ഗോതമ്പ്, അരി തുടങ്ങിയ വിലകളിൽ മാത്രം കേന്ദ്രീകരിച്ചു എന്നുള്ളത് ഡിമെറിറ്റ് ആണ്. ഓക്കെ, എഴുതിയോ പരീക്ഷ എഴുതിയ ആൾക്കാര്? ഭക്ഷ്യധാരണയുടെ വില കുറഞ്ഞു കേട്ടോ, നേട്ടമാണ്. കമ്പോള മിച്ചം. ഓക്കെ, അതുപോലെ തന്നെ അല്ല, കമ്പോള മിച്ചം ബഫർ സ്റ്റോക്ക് അല്ല, ഇതാണ് മാർക്കറ്റഡ് സർപ്ലസ് ആണ്. മാർക്കറ്റഡ് സർപ്ലസ് ആണ് കേട്ടോ, മാർക്കറ്റഡ് സർപ്ലസ് ആണ്. ക്ലിയർ ആണ്. ഓക്കെ, നോക്കിക്കോണേ, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. കമ്പോള മിച്ചം മാർക്കറ്റഡ് സർപ്ലസ് ആണ്. ബഫർ സ്റ്റോക്ക് എന്ന് വെച്ചാൽ കരുതൽ ശേഖരമാണ്. ബഫർ സ്റ്റോക്ക് കരുതൽ ശേഖരം നമ്മൾ പഠിച്ചത് ഓൾറെഡി. ഓക്കെ, അടുത്ത ശേഖരം ഏതേ? എളുപ്പമുള്ളതാണ്. ഭരണഘടനാ ലക്ഷ്യപ്രമേയം. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ആരാ കുട്ടികളെ? ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ, ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അപ്പം 1. അടുത്ത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അതും ശരി, രണ്ടും ശരി. ഓക്കെ, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അത് അംബേദ്കർ ആണ്, അത് തെറ്റ്. ഓക്കെ, നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ഓക്കെ, അപ്പം അതും ശരിയാണ്. അപ്പൊ 1, 2, 4 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. 1, 2, 4 അതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മൗലികാവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഇതൊരു കുഴപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൽ വെളിയിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നും. പക്ഷെ വായിച്ചൊക്കെ വരുമ്പോഴും നമുക്ക് 1-2 പോയിന്റിലൊക്കെ കൺഫ്യൂഷൻ വരും അല്ലേ. വ്യക്തിത്വ വികസനത്തിന് അടിസ്ഥാനമായ അവകാശങ്ങൾ, അതാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നതിന് പൗരന് ലഭിക്കേണ്ട അവകാശങ്ങൾ, അതൊക്കെ രാഷ്ട്രീയ അവകാശങ്ങളാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നതിന് പൗരന് ലഭിക്കേണ്ട അവകാശങ്ങൾ രാഷ്ട്രീയ അവകാശങ്ങളാണ്. നമ്മൾ പഠിക്കുന്നില്ലേ രാഷ്ട്രീയ അവകാശങ്ങൾ? വോട്ട് ചെയ്യാനും ഇലക്ഷനിൽ മത്സരിക്കാനും പദവികൾ വഹിക്കാനും. ഓക്കെ, അതൊക്കെ രാഷ്ട്രീയ അവകാശമാണ്. അടുത്ത്, ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങൾ, അതാണ് ആൻസർ. ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ് ഏത് കുട്ടികളെ? മൗലിക അവകാശങ്ങൾ. ഓക്കെ, വായിച്ച് എക്സാം ആളൊരു ടെൻഷനൊക്കെ വെച്ച് നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാലും എഴുതേണ്ടതാണ് ഇതൊക്കെ. മൗലിക അവകാശം എന്താ നമുക്ക് അറിഞ്ഞിരിക്കണം. ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന ഉറപ്പ് നൽകുകയും, സംരക്ഷിക്കുക എന്ന് വെച്ചാൽ ഉറപ്പ് നൽകുകയും ചെയ്യുന്ന അവകാശങ്ങൾ. കിട്ടിയെങ്കിൽ നല്ല കാര്യമാണ് കേട്ടോ. കുറച്ച് ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് വായിച്ചപ്പോൾ എങ്ങനെയാ തോന്നിയത് ക്വസ്റ്റ്യൻ? നിങ്ങൾ വർക്കൗട്ട് ചെയ്തപ്പോൾ എങ്ങനെയാ തോന്നിയത്? എഴുതാൻ പറ്റിയോ? കിട്ടിയെങ്കിൽ നല്ല കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഒന്ന് അറ്റൻഡ് ചെയ്തേ. ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ്, വളരെ ശരിയാണ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. നമുക്ക് ലോകസഭയും രാജ്യസഭയും ഉണ്ട്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് ലോകസഭ, തെറ്റാണ്. ഉപരിസഭ രാജ്യസഭയാണ്. ഓക്കെ, സ്പീക്കർ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്, തെറ്റാണ്. നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ അല്ലേ. ഓക്കെ, അപ്പം നമുക്കിവിടെ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. നോക്കിക്കോ, ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലും തർക്കങ്ങൾ ഉടലെടുത്താൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരം. ഓക്കെ, കൃത്യമായി നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉത്ഭവാധികാരം, തനതധികാരം അല്ലെങ്കിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ.
വിത്ത് ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ആർട്ടിക്കിളാണ്? 131 അല്ലെ? 131 ആർട്ടിക്കിൾ 131 ഓക്കെ അല്ലേ? അതായത് നമ്മുടെ സുപ്രീം കോടതിയുടെ ഉത്ഭവ അധികാരം അല്ലെങ്കിൽ തനത് അധികാരം അല്ലെങ്കിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന കാര്യമാണിത്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലും തർക്കമുണ്ടായാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതി ഉത്ഭവ അധികാരം പ്രയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ തനത് അധികാരം അല്ലെങ്കിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ പവർ പ്രയോഗിച്ചുകൊണ്ടാണ്. ആർട്ടിക്കിൾ 131 അതുമായി ബന്ധപ്പെട്ടത്. ആർട്ടിക്കിൾ 131 അതുമായി ബന്ധപ്പെട്ടത് കേട്ടോ. സുപ്രീം കോടതിയുടെ തനത് അധികാരം. ഓക്കെ, എഴുതിയോ? ആരെങ്കിലും എഴുതിയായിരുന്നു കുട്ടികളെ? ഓക്കെ, എഴുതണം, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രാഷ്ട്രപതിയുടെ വിവേചന അധികാരവും ചോദിച്ചിട്ടുണ്ട്. വിവേചന അധികാരം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് മറ്റൊരാളുടെ പ്രഷർ ഇല്ലാതെ രാഷ്ട്രപതിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് വിവേചന അധികാരം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കോ. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ രാഷ്ട്രപതിക്ക് സ്വന്തമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റുമോടെ? പറ്റുമോ? ദേശീയ അടിയന്തരാവസ്ഥ സ്വന്തമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റുമോ രാഷ്ട്രപതിക്ക്? ഇല്ല. കേന്ദ്ര ക്യാബിനറ്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ രാഷ്ട്രപതി സ്വന്തമായിട്ടല്ല കാര്യം ചെയ്യുന്നത്. അപ്പം ഇതെന്തല്ല? രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടാത്തതാണ്. മന്ത്രിസഭാ ഉപദേശം സ്വീകരിക്കാതെ തിരിച്ചയക്കാൻ രാഷ്ട്രപതിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ ധനബില്ലൊഴികെ ബില്ലുകളിൽ ഒപ്പിടാതെ കൈവശം വയ്ക്കാനും തിരിച്ചയക്കാനും നമ്മൾ പഠിക്കുന്നുണ്ട്. രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം ആർട്ടിക്കിൾ 111 പ്രകാരമുള്ള വീറ്റോ അധികാരമാണ് ഈ പറയുന്നത്. രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടുന്നതാണ്. സ്വന്തമായി ചെയ്യാൻ പറ്റുന്നത്, വിവേചനപൂർവ്വം രാഷ്ട്രപതിക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നതാണ് വിവേചന അധികാരത്തിൽ വരുന്നത്. അപ്പൊ അത് വിവേചന അധികാരത്തിൽ പെടുന്ന കാര്യമാണ്. അടുത്ത, പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കൽ, അതും രാഷ്ട്രപതിയുടെ വിവേചന അധികാരമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ്, ആരുടെയും പ്രഷർ ഇല്ലാതെ രാഷ്ട്രപതിക്ക്, നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് നാമമാത്രമായ അധികാരങ്ങളാണ് ഉള്ളത്. അപ്പൊ ആരുടെയും പ്രഷർ ഇല്ലാതെ സ്വന്തമായി രാഷ്ട്രപതിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് വിവേചന അധികാരത്തിൽ വരുന്നത്. അതില് മന്ത്രിസഭാ ഉപദേശം സ്വീകരിക്കാതെ തിരിച്ചയക്കാം. വീറ്റോ അധികാരം പ്രയോഗിച്ചുകൊണ്ട് പാർലമെന്റിലെ ഇരുസഭവും പാസാക്കിയ മണി ബില്ല് ഒഴികെയുള്ള ബില്ലുകൾ ഒപ്പിടാതെ കൈവശം വയ്ക്കാനോ തിരിച്ചയക്കാനോ പറ്റും. ലോക്സഭ ഇലക്ഷന് ശേഷം ഒരു പാർട്ടിക്കോ മുന്നണിക്കോ വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനും രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന്റെ വിവേചന അധികാരം പ്രയോഗിക്കാം. നിങ്ങൾക്ക് ഈ ചോദ്യം വരുമ്പോൾ PSC ഇടുന്ന ഒരു ഓപ്ഷനാണ് ഗവർണറെ നിയമിക്കുന്നത് വിവേചന അധികാരമാണോ അല്ലേ എന്ന് ചോദ്യം വരാറുണ്ട്. ഗവർണറെ നിയമിക്കുന്നത് വിവേചന അധികാരമാണോ അല്ലേ എന്നുള്ള കാര്യം ചോദ്യം വരാറുണ്ട്. ഗവർണറെ നിയമിക്കുന്നത് വിവേചന അധികാരമല്ല. എന്തുകൊണ്ടല്ല? ഗവർണറെ നിയമിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്യുന്നത്. അത് വിവേചന അധികാരമല്ല, ഡിസ്ക്രിഷണറി പവർ അല്ല. മനസ്സിലായ? അപ്പൊ അതിന്റെ ആശയം അല്ലെങ്കിൽ ലോജിക് ഇങ്ങനെയാണ്. സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് വിവേചന അധികാരത്തിൽ വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? സെൻട്രൽ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന വ്യക്തിയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് ആര് നിയമിക്കുന്നത്? രാഷ്ട്രപതി നിയമിക്കുന്നത്. അതുകൊണ്ട് ഗവർണറെ നിയമിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ വിവേചന അധികാരമല്ല. കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനിക്കുന്ന അടിസ്ഥാനത്തിലാണ് അടിയന്തരാവസ്ഥ രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്നത്. അതും രാഷ്ട്രപതിയുടെ വിവേചന അധികാരമല്ല. അപ്പൊ നിങ്ങൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ട രാഷ്ട്രപതി വിവേചന അധികാരങ്ങൾ ഈ 3 മന്ത്രിസഭാ ഉപദേശം സ്വീകരിക്കാതെ തിരിച്ചയക്കൽ, വീറ്റോ അധികാരം പ്രയോഗിക്കൽ, മണി ബില്ലിൽ പറ്റത്തില്ല, പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ആർക്കും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന കാര്യം, ഇതൊക്കെയാണ് വിവേചന അധികാരം. അതുപോലെ തന്നെ സുപ്രീം കോടതി അവരുടെ ഉത്ഭവാധികാരം അല്ലെങ്കിൽ തനത് അധികാരം
അല്ലെങ്കിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ പ്രയോഗിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ തർക്കമുണ്ടാകുമ്പോഴും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോഴുമാണ് ഈ പറയുന്ന ഉത്ഭവാധികാരം അല്ലെങ്കിൽ തനതധികാരം പ്രയോഗിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ദിവസം അറ്റൻഡ് ചെയ്തേ. ലെഫ്റ്റ് ആയിട്ട് വരണം, ഏറ്റവും ഇഷ്യൂ നമ്മുടെ പോകരുത്. ജയ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ശരിയായി ക്രമപ്പെടുത്തിയിരിക്കുന്നതാണ്? ഓക്കെ, നോക്കാം. പോലീസ് ഏത് ലിസ്റ്റാടേ? പോലീസ് ഏത് ലിസ്റ്റാ? പോലീസ് ഏത് ലിസ്റ്റാ പറഞ്ഞേ? പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റാണ്. ആണവോർജം യൂണിയൻ, ആണവോർജം യൂണിയൻ. റെയിൽവേയും യൂണിയൻ. ജയില് സ്റ്റേറ്റ് ആണ്, ജയിൽ സ്റ്റേറ്റ്. അപ്പൊ ഇതല്ല. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത പ്രതിരോധം യൂണിയൻ, ആണവോർജം യൂണിയൻ. തുറമുഖങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു തന്നു. തുറമുഖങ്ങൾ എന്ന് ചോദിച്ചാൽ യൂണിയനും മൈനർ തുറമുഖങ്ങൾ എന്ന് ചോദിച്ചാൽ കൺകറന്റും. തുറമുഖങ്ങൾ യൂണിയൻ, മൈനർ തുറമുഖങ്ങൾ എന്ന് ചോദിച്ചാൽ മാത്രമാണ് ഏത് കുട്ടികളെ കൺകറന്റ് വരുന്നത് കേട്ടോ. തുറമുഖം അല്ലെങ്കിൽ മേജർ തുറമുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയനും മൈനർ എന്ന് ചോദിച്ചാൽ കൺകറന്റ്. വിദേശകാര്യം, അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ റെയിൽവേ, പ്രതിരോധം, വിദേശകാര്യം ഓക്കെ. പക്ഷെ കൃഷി ഏത് ലിസ്റ്റിലാണ് വരുന്നത്? റെയിൽവേ, പ്രതിരോധം, വിദേശകാര്യം യൂണിയൻ ആണ്. കൃഷി ഏതിലാ വരുന്നത്? കൃഷി സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. കൃഷി സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ. ഇനി ആണവോർജം, വിദേശകാര്യം, റെയിൽവേ ഓക്കെ. പ്രാദേശിക ഗവൺമെന്റ് ഏത് ലിസ്റ്റിലാണ് വരുന്നത്? പ്രാദേശിക ഗവൺമെന്റ് ഏത് ലിസ്റ്റിലാണ് വരുന്നത് കുട്ടിയില്ലേ? പ്രാദേശിക ഗവൺമെന്റ് പ്രാദേശിക ഗവൺമെന്റും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. പ്രാദേശിക ഗവൺമെന്റും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അത് നമ്മൾ പഠിച്ചത് തന്നെ. അത് അടുത്ത പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഭരണഘടന അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എന്നാണ്. നമ്മളത് സ്ഥിരം ഞാൻ പറഞ്ഞത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് കുട്ടികൾ? പി കെ തുങ്കൻ കമ്മിറ്റി അല്ലേ? പി കെ തുങ്കൻ കമ്മിറ്റി. ഓക്കെ, ക്ലിയർ ആണ്. ഇതെങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അവർ. അത് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിലും എടുക്കുന്നു, പി കെ തുങ്കനെ വെക്കുന്നു, പോട്ട്. ഓക്കെ, പിള്ളേർക്കും സന്തോഷം, അവർക്കും ഒരു സമാധാനം. ഓക്കെ, പക്ഷെ പിള്ളേർക്ക് ഉപയോഗമില്ല അതൊന്നും. എല്ലാവരും എഴുതും. അടുത്ത ദിവസം അറ്റൻഡ് ചെയ്തേ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് എന്നാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ ആണേ. വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ ശരിയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം അനുവദിക്കൽ ശരിയാണ്. പ്രാദേശിക ഗവൺമെന്റ് അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തൽ അതാരാ ചെയ്യുന്നേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാ കുട്ടികളെ? അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലെ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പ്രാദേശിക ഗവൺമെന്റ് അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത്. ഓക്കെ, അടുത്ത പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത്? രാജ്ഭവൻ എന്ന പേര് മാറ്റിയിട്ട് എന്താക്കിയിട്ടുണ്ട്? ലോക് ഭവൻ. എന്ത് കാര്യത്തിനെന്ന് അറിയത്തില്ല, പക്ഷെ രാജ്ഭവൻ എന്ന പേര് മാറ്റിയിട്ട് എന്താക്കിയിട്ടുണ്ട് കുട്ടികളെ? ലോക് ഭവൻ എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, രാജ് ലോക്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എന്തായാലും മാറ്റിയിട്ടുണ്ട് അല്ലേ? കണ്ട, മാറ്റി ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അറ്റൻഡ്. കേരളത്തിന്റെ ശരാശരി ആയുർദൈർഘ്യം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നതും ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ്. നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ ആണല്ലോ?
ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നതും ദേശീയ ശരാശരികൾ കൂടുതലുമാണ്. ദേശീയ ശരാശരി ഒരു 70-72 നിൽക്കുമ്പോൾ നമുക്ക് 75 to 78 ഉണ്ട് നമ്മുടെ ആവറേജ് വരുന്നത്. അപ്പൊ അത് ശരിയാണ്. നമ്മുടെ കേരളത്തിന്റെ ശരാശരി ആയുർദൈർഘ്യം ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ഓക്കെ, അപ്പം ഒന്നാമത്തത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ക്ലിയർ ആണ്. ഇനി കേരളത്തിലെ ശിശുമരണ നിരക്ക് ഇൻഫന്റ് മൊർട്ടാലിറ്റി ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണ്. അതായത് ശിശുമരണ നിരക്ക് ഇവിടെ കൂടുതൽ എന്നാണ് പറയുന്നത്. കേരളത്തിലെ ശിശുമരണ നിരക്ക് ഇവിടെ കൂടുതൽ എന്നാണ് പറയുന്നത്. തെറ്റാണ്. രണ്ടാമത്തെ തെറ്റാണ്. ഓക്കെ അല്ലേ? ഇൻഫന്റ് മൊർട്ടാലിറ്റി റേറ്റ് എന്താണ് കുട്ടികളെ? ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. ഓക്കെ, അടുത്ത്. അപ്പൊ രണ്ടാമത്തെ തെറ്റാണ്. ആശ്വാസം എന്ന സംരംഭം ആർദ്രം മിഷന്റെ ഭാഗമായി വരുന്നതാണ്. ഇതിലാണ് പല ആൾക്കാർക്കും സംശയം. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിൽ പലർക്കും ഡൗട്ടുണ്ട്. വളരെ അത് ശരിയാണ്. അതായത് നമ്മുടെ FHC ഫാമിലി ഹെൽത്ത് സെന്ററുകൾ വഴി ഏത് പദ്ധതി? ആശ്വാസം എന്ന സംരംഭം നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട്, അതായത് മാനസികാരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഫാമിലി ഹെൽത്ത് സെന്ററുകൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്? ആശ്വാസം എന്ന സംരംഭം ആർദ്രം മിഷന്റെ ഭാഗമായി നടത്തി വരുന്നുണ്ട്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. കേട്ടിട്ടില്ല? ഇപ്പൊ കേട്ടല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ ആശ്വാസം എന്ന സംരംഭം ആർദ്രം മിഷന്റെ ഭാഗമായിട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി മെന്റൽ ഹെൽത്ത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ? നടപ്പിലാക്കി വരുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആണ്. ഓപ്ഷൻ സി വരും ഇവിടെ ആൻസർ. 2 മാത്രം. ഇത് മെജോറിറ്റി ആൾക്കാർക്കും ഈ ക്വസ്റ്റ്യൻ ഒന്നുകിൽ സ്കിപ്പ് ചെയ്ത് കാണും, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത് തെറ്റി കാണും. ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായി വരാം. പക്ഷെ ഇത് ഡിലീഷനും പോകാൻ ചാൻസ് ഉണ്ട്. ആശ്വാസം എന്ന പേരിൽ സാമ്പത്തിക സഹായ പദ്ധതികളൊക്കെ ഉണ്ട്. ഓക്കെ അല്ലേ? കിട്ടാനും തെറ്റാനും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണിത്. സ്കിപ്പ് ചെയ്യാനും ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? ശരി. ആശ്വാസം എന്ന പേരിൽ സാമ്പത്തിക സഹായ പദ്ധതികളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കാം, ചലഞ്ച് ആക്കുന്ന ഡിലീഷൻ പോവോ ഇല്ലെന്ന് നോക്കാം. അടുത്ത്, സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായി ചങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ്? ഓക്കെ, കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പദ്ധതിയാണ് ചങ്ങാതി. കേട്ടാ, കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പദ്ധതിയാണ് ഏത് കുട്ടികളെ? ചങ്ങാതി. അതായത് കുടിയേറ്റ തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് സാധാരണ കൂലിപ്പണികളെല്ലാം അവർ സ്വന്തമാക്കി. പിന്നെ അവർ സാക്ഷരത നേടി, വിദ്യാഭ്യാസം നേടി. കേട്ടാ, നാളെ അവർ PSC ടെസ്റ്റ് എഴുതി ഇവിടെ ജോലിക്ക് കയറും. അപ്പൊ നമ്മള് ആ വഴിക്ക് പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാർ വരെ എന്ത് ചെയ്യും? തേയും. കേട്ടാ, അപ്പൊ അങ്ങനെ ഒരു പദ്ധതിയാണ് ചങ്ങാതി പദ്ധതി. കേട്ടോ, അങ്ങനെ ഒരു പദ്ധതിയാണ്. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. ഓക്കെ, കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പദ്ധതിയാണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ? ഈ പറയുന്ന ചങ്ങാതി പദ്ധതി. ഓക്കെ, നിങ്ങൾ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടുണ്ട്. അങ്ങനെ ഒരു ചങ്ങാതി നിങ്ങൾക്ക് ഉണ്ടാ? മായാവി ഫിലിമാ ഉണ്ടാ? അങ്ങനെയുള്ള ചങ്ങാതിയൊക്കെ ഉണ്ടാ നിങ്ങൾക്ക്? ഉണ്ടായിരുന്നു, അടിച്ചു പിരിഞ്ച്. പിന്നെ അതങ്ങനെ നല്ല ചങ്ങാതിയാവും. ഉണ്ടെങ്കിൽ നല്ല കാര്യം. ഓക്കെ, അറ്റൻഡേ. ഇപ്പൊ ഇല്ല. സോറി. ഓക്കെ, പക്ഷേ അറ്റൻഡേ. റേഞ്ച് ക്ലിയർ അല്ലേ കുട്ടികളെ? നോക്കിയോ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ, ഇത് നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഈ ഒരു പോയിന്റ് വെച്ച് ഉത്തരം എടുക്കുക. പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിലാണ് കേരളത്തിൽ ആദ്യഘട്ടത്തിൽ MGNREGS ആരംഭിച്ചതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് കുട്ടികളെ? ഏത് ജില്ലയിലാ പറഞ്ഞേ? ഏത് ജില്ലയിലാ? നമ്മൾ പലതവണ നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തതാണ്. കാടിലും നാടിലും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചല്ലേ?
അതായത് വയനാടും പിന്നെ നമ്മുടെ തീ പിടിച്ച് കിടക്കുന്ന പാലക്കാടും. ഓക്കെ, വയനാടും പാലക്കാടും കൊണ്ട് ഇത് ആരംഭിച്ചത്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് തെറ്റാണെന്ന് നമുക്കറിയാം. അപ്പൊ അത് വെച്ചിട്ട് എ എലിമിനേറ്റ് ചെയ്യാം, ബി എലിമിനേറ്റ് ചെയ്യാം, ഡി എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ പിന്നെ ഇതൊരു പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സാമ്പത്തിക വർഷം 100-ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളാണ് ഉള്ളത്. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും കേരള ട്രൈബൽ പ്ലസ്, ഇത് PSC മുമ്പും ചോദിച്ചിട്ടുണ്ട്, കേരള ട്രൈബൽ പ്ലസ് എന്ന പദ്ധതി MGNR EGS കൂടാതെ അധികമായി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്നു. പഠിച്ചോണേ. അതായത് പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ST കാറ്റഗറിക്ക് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്ന പദ്ധതിയാണ് കേരള ട്രൈബൽ പ്ലസ്. പക്ഷെ നിങ്ങൾക്ക് ഇത് അറിയത്തില്ലെങ്കിൽ കൂടി ഈ മൂന്നാമത്തെ പോയിന്റ് വെച്ച് നിങ്ങൾക്ക് ഉത്തരം എടുക്കാം. മൂന്നാമത്തെ പോയിന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം എടുക്കാം. കേട്ടോ, ക്ലിയർ ആണല്ലോ? എങ്ങനെയെന്ന് കേട്ട് കഴിഞ്ഞാല് ഇപ്പം ഇവിടെ നമുക്ക് 3 ശരിയാണെന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ 3 ശരിയാണെന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ 1 തെറ്റാണെന്ന് കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ ഡി ഓപ്ഷൻ എന്നിവ തെറ്റാണെന്നാണ് പറയുന്നത്. 1 തെറ്റാണെന്ന് പറയുന്നുണ്ട്. ഒരു സാമ്പത്തിക വർഷം 100-ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളല്ലേ, അത് ശരിയായിട്ടുള്ള പോയിന്റ് അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ദിവസം അറ്റൻഡ് ചെയ്തേ. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്തിൽ ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരെന്നാണ് ചോദ്യം. ഇത് മുമ്പും PSC ചോദിച്ചതാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നത്. ശ്രീ K സോമപ്രസാദ്, മുൻ രാജ്യസഭ MP ഒക്കെ ആയിരുന്ന സോമപ്രസാദാണ് വയോജന കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഞാൻ 1-2 കാര്യങ്ങളോട് ചോദിച്ചു പോവുകയാണ്. ഈ കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ് കുട്ടികളെ? അംഗസംഖ്യ എത്രയാണ്? അംഗസംഖ്യ 1+4 ആണ്. 1+4 = 5 ആണ്. അതായത് ഒരു ചെയർമാനും 4 അംഗങ്ങളുമാണ്. ഒരു ചെയർമാനും 4 അംഗങ്ങളുമാണ്. കാലാവധിയും കൂടെ ഒന്ന് പറയോ? കാലാവധി 3 വർഷമാണ് കേട്ടോ. കാലാവധി 3 വർഷമാണ് കേട്ടോ. അംഗങ്ങളുടെയും ചെയർമാന്റെയും കാലാവധി 3 വർഷമാണ്. പക്ഷെ നിങ്ങൾ 2 കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കണം. അതായത് ഈ അംഗങ്ങളിൽ ഒരാൾ ആരായിരിക്കണം? ഇതെല്ലാവരും വയോജനങ്ങളായിരിക്കണം. അത് മെയിൻ കാര്യമാണ്. എല്ലാവരും അതായത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരിക്കണം. 60+ ഉള്ള ആൾക്കാരായിരിക്കണം. ഒരാൾ വനിതയായിരിക്കണം. ഒരാള് SC/ST വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, അതായത് ഒരാള് SC/ST വിഭാഗത്തിൽപ്പെട്ട ആളും ഒരാള് വനിതയുമായിരിക്കണം. 5 പേരാണ് അംഗങ്ങള്. 3 വർഷമാണ് കാലാവധി. ഓക്കെ, ഇപ്പോഴത്തെ ചെയർമാൻ K സോമപ്രസാദ് ആണ്. വളരെ ശ്രദ്ധിച്ചു കേട്ടിട്ട് മറുപടി പറയുക. എവിടെയാണ് ആസ്ഥാനം? സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ് കുട്ടികളെ? ബാക്കിയുള്ള ജില്ലക്കാർ കേൾക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലെ വയോജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരണമെങ്കിലും നിങ്ങൾ എവിടെ വരണം? തിരുവനന്തപുരത്ത് വരണം. എല്ലാ ആസ്ഥാനം ഞങ്ങൾക്കാണ് കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, വിവരാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, ഇലക്ഷൻ കമ്മീഷൻ ആയിക്കോട്ടെ, വനിതാ കമ്മീഷൻ ആയിക്കോട്ടെ, എന്തിന് പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിക്കോട്ടെ, ഇപ്പൊ വയോജന കമ്മീഷൻ ആയിക്കോട്ടെ, എല്ലാം തിരുവനന്തപുരത്താണ്. ഓക്കെ, ക്ലിയർ ആണ് കേട്ടോ. മോണോപ്ലി ഓഫ് ട്രിവാൻഡ്രം. യെസ്. വയസ്സായവർ അവിടെ കൂടുതൽ. അത് തന്നെ, നമ്മളിവിടെ ആൾക്കാർ വയസ്സായിട്ടാണ് മരിക്കുന്നത്. നിങ്ങളുള്ള ആൾക്കാർ നിങ്ങളുടെയൊക്കെ ആൾക്കാർക്ക് ഞാൻ പറയല്ല. ഓക്കെ, ഇവിടെയുള്ള ആരോഗ്യമുള്ള ആൾക്കാരാണ് കേട്ടോ. അടുത്ത ദിവസം അറ്റൻഡ് ചെയ്തേടാ. നിങ്ങളുടെയൊക്കെ എളുപ്പമാണേ. പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് കുട്ടികളെ? സെറിബെല്ലമാണ് അല്ലെ? സെറിബെല്ലം. ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യത്തിലെ അവയവം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി, കരൾ വീക്കം. ഹെപ്പറ്റൈറ്റിസ് കരൾ വീക്കം, കരളിനെയാണ് ബാധിക്കുന്നത്. അടുത്ത, ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇതൊക്കെ സ്ഥിരം മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദപരമാക്കുക അല്ലെ? ഓക്കെ,
അടുത്ത് ജീവിതശൈലി രോഗമല്ലാത്തത്. ജീവിതശൈലി രോഗമല്ലാത്തത് എന്ന് പറഞ്ഞേ. ജീവിതശൈലി രോഗമല്ലാത്തത് മലേറിയ ആണ് അല്ലേ? മലേറിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊതുക് വഴി പകരുന്ന രോഗമാണ്, ജീവിതശൈലി രോഗമല്ല. ഓക്കെ. ഹൈ BP, പ്രമേഹം, ഹൃദയാഘാതം, ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം പഠിച്ചോണേ, ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏതാണ്? പ്രമേഹമാണോ, അമിത രക്തസമ്മർദ്ദമാണോ, അതോ മറ്റേതെങ്കിലുമാണോ? ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന അത് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന അല്ലെങ്കിൽ മരിക്കാൻ കാരണമാകുന്ന ജീവിതശൈലി രോഗം ഏതാ കുട്ടികളെ? ഹൃദയാഘാതമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന ജീവിതശൈലി രോഗം ഹൃദയാഘാതമാണ് അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് വൈറ്റമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്നാണ്? ഏതാ കുട്ടികളെ? വൈറ്റമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ബെറി ആണ് അല്ലേ? ബെറി ആണ്. പെല്ലഗ്ര എന്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? പെല്ലഗ്ര പറഞ്ഞേ. പെല്ലഗ്ര എന്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? പെല്ലഗ്ര വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. ഓക്കെ. സ്കർവി എന്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന? സ്കർവി വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. ഓക്കെ. വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി എന്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാ? വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി വൈറ്റമിൻ ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. നമ്മൾ പഠിച്ചതാണ്. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏതെന്നാണ് ചോദ്യം. 2030 ഇത്രയും ക്വസ്റ്റ്യൻ എളുപ്പം ചെയ്തു വന്നിട്ടും പലർക്കും ഡൗട്ട് വന്നതും കേട്ടോ പെട്ടെന്ന് കിട്ടാതെ വന്നതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഏതാ വരുന്ന കുട്ടികളെ? നിങ്ങൾ എഴുതിയെങ്കിൽ തെറ്റി. നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ NDC എന്നതാണ് ആൻസർ കേട്ടോ. നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ NDC എന്നതാണ് ആൻസർ കേട്ടോ. നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ NDC. നിങ്ങൾ പാരീസ് ഉടമ്പടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹിസ്റ്ററിയിലല്ല, അല്ലാതെ ഉള്ളൊരു പാരീസ് ഉടമ്പടി ഉണ്ട്. ഏതാണ് ആ പാരീസ് ഉടമ്പടി? പാരീസ് ഉടമ്പടി ഏതാണ് കുട്ടില്ല? പാരീസ് ഉടമ്പടി ഏത് വർഷമാണ്? പാരീസ് ഉടമ്പടി ഹിസ്റ്ററി അല്ലാതെ ഏത് വർഷത്തെ പാരീസ് എഗ്രിമെന്റ്? ഏത് വർഷത്തെ പറഞ്ഞേ? ഒറ്റയാണതിന് അറിഞ്ഞൂടാ. പാരീസ് എഗ്രിമെന്റ് 2015 പാരീസ് ഉടമ്പടി. 2015 പാരീസ് ഉടമ്പടി എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ട് കാണും. അതായത് ക്യോട്ടോ പ്രോട്ടോകോൾ കേട്ടുണ്ടോ നിങ്ങൾ? ക്യോട്ടോ പ്രോട്ടോകോൾ കേട്ടുണ്ടോ? ക്യോട്ടോ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഏതാണ്? 1997 പാസ്സായി 2005 നിലവിൽ വന്ന ക്യോട്ടോ പ്രോട്ടോകോൾ. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അത് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് എന്ന് പറയുന്ന കുട്ടികളെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പാരീസ് എഗ്രിമെന്റ് ഭാഗമായിട്ട് 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ചതാണ് നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ NDC. ഓക്കെ, NDC ആണ് ആൻസർ കേട്ടോ. ഓക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട ഹരിതഗൃഹ വാതകം CFC അല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഹരിതഗൃഹ വാതകം എഴുന്നേറ്റാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്? ഊഷ്മാവ് കൂടിയാൽ ദ്രാവകങ്ങളുടെ പ്രതലബലം കുറയുന്നു. യെസ് ഓർ നോ? ഊഷ്മാവ് കൂടിയാൽ ദ്രാവകങ്ങളുടെ പ്രതലബലം കുറയുന്നു. ശരിയാണ്. ഓക്കെ. അടുത്ത ഒരേ തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് കൊഹിഷൻ. ശരിയാണ്. ഒരേ തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് കൊഹിഷൻ. ശരിയാണ്. ഓക്കെ. അപ്പം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം എന്താണ്? വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം എന്താണ്? വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് അഡിഷൻ അല്ലെ? അഡിഷൻ.
നമ്മളത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വ്യത്യസ്തരായിട്ടുള്ള സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് സംഭവം, അയ്യോ ഒരു സെക്കൻഡേ, വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ തമ്മിലാണെങ്കിൽ എന്ത് ചെയ്യും പിള്ളേരെ, അടിയാവത്തില്ലേ? ഓക്കെ, ഏകദേശം ഒരേ സ്വഭാവം അല്ലെങ്കിൽ ഒരേ ലെങ്തുള്ള ആൾക്കാർ തമ്മിലല്ലേ ഒരുമിച്ച് പോകത്തുള്ളൂ. ഓക്കെ, അടിയുണ്ടാവും. ക്ലിയർ ആണ്. അപ്പം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലാണെങ്കിൽ അഡിഷൻ, ഒരേ തരം തന്മാത്രകളാണെങ്കിൽ കൊഹിഷൻ. ആ രണ്ട് പേര് ഓർത്ത് വെച്ചിരുന്നത്. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ എന്നും, ഇനി വ്യത്യസ്തമാണെങ്കിൽ തന്മാത്ര തമ്മിലുള്ള ആകർഷണമാണ് കൊഹിഷനും അഡിഷൻ എന്ന് മനസ്സിലാക്കുക. അതിൽ വ്യത്യസ്ത ഇനം തന്മാത്രകളാണെങ്കിൽ അഡിഷൻ എന്നും, ഒരേ തരം തന്മാത്രകളാണെങ്കിൽ കൊഹിഷൻ എന്നും മനസ്സിലാക്കുക. ഓക്കെ, സെറ്റാണേ, ക്ലിയർ ആണ്. എങ്കിലും ചോദിക്കട്ടെ, ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ ബോർഡിൽ എഴുതുമ്പോൾ, ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ ചോക്കുപടി ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? എന്തിന് ഉദാഹരണമാണ് കുട്ടികളെ? ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതുമ്പോൾ അതൊക്കെ പരീക്ഷ ചോദിക്കാറുണ്ട്. അത് അഡിഷൻ ഉദാഹരണമാണ്. അഡിഷൻ ഉദാഹരണമാണ്. ഇനി നമ്മൾ ഈ ഡ്രസ്സ് നമ്മൾ വേർത്ത് നനയുമ്പോൾ ഡ്രസ്സ് ശരീരത്തിലോട്ട് ഒട്ടിപ്പിടിക്കുമല്ലോ, അതെന്തിന് ഉദാഹരണമാണ്? നമ്മുടെ ശരീരം വേർത്ത് നനയുമ്പോൾ ഡ്രസ്സ് ശരീരത്തിലേക്ക് ഒട്ടിപ്പിടിക്കുന്നത് അതും അഡിഷൻ. ഇതൊക്കെ PS ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ക്യാപ്പിലറി ട്യൂബിൽ വെള്ളം എടുത്താൽ കേശിക ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. ശരിയല്ലേടെ? ശരിയാണ്. ക്യാപ്പിലറി ട്യൂബിൽ ഇതൊക്കെ SCERT എന്നുള്ള പോയിന്റ്സ് അതുപോലെ എടുത്തിട്ടിരിക്കുന്നതാണ് കേട്ടോ, അതുപോലെ എടുത്തിട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാം ശരിയാണെന്നാണ് ആൻസർ. പക്ഷെ സയൻസ് ഒക്കെ നന്നായിട്ട് അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എഴുതാൻ പറ്റുന്നതാണ് ഇതൊക്കെ. ഓക്കെ, നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് തൽക്കാലം ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യനും വിവരാവകാശവും മനുഷ്യാവകാശവും നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ തീരത്തില്ല. വ്യാസം 20 സെന്റിമീറ്റർ ആയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയെന്നാണ് ചോദ്യം. വ്യാസം 20 സെന്റിമീറ്റർ ഉള്ള ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം. വളരെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? F is equal to എന്താണ് പറ? F is equal to R/2 ആണ് അല്ലേ? F is equal to R/2 അല്ലേ? നമ്മൾ പഠിക്കുന്നുണ്ട്. R is equal to 2F, F is equal to R/2. ഓക്കെ, ക്ലിയർ ആണ്. നമുക്കിവിടെ തന്നിട്ടുള്ളത് റേഡിയസ് അല്ല, വക്രത ആരമല്ല തന്നിട്ടുള്ളത്, നമുക്ക് വ്യാസമാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ R കണ്ടുപിടിക്കണം. R is equal to വ്യാസത്തിന്റെ പകുതി 20/2 10. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് F കണ്ടുപിടിക്കണം. F കണ്ടുപിടിക്കാനായിട്ട് എന്താണ് കുട്ടികളെ? R/2 അതായത് 10/2 is equal to 5 ആണ്. 5 ആൻസർ കേട്ടോ, 5 ആൻസർ. ചിലപ്പം ചില ആൾക്കാർ വെപ്രാളം കയറി 20 എടുത്ത് പകുതി എടുത്ത് 10 എഴുതി ആൻസർ എഴുതിയ ആൾക്കാർ കാണും. 10 എഴുതിയാൽ തെറ്റും. ഓക്കെ അല്ലേ? 5 സെന്റിമീറ്റർ ഉണ്ട്, അതുപോലെ 5 മീറ്റർ ഉണ്ട്. 5 സെന്റിമീറ്റർ ആണ് ആൻസർ കേട്ടോ. ആ ഓപ്ഷനിൽ നല്ല പോലെ പണിതിട്ടുണ്ട്. ചോദ്യമായിട്ട് ആളാരായാലും ശരി തന്നെയാണ്, അവര് ഓപ്ഷനിൽ നല്ല പോലെ പണിതിട്ടുണ്ട്. പണിയിൽ വീണോ? കിരണ വീണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണേ. ഇതൊക്കെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിരണ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ വീഴും. ഇതൊക്കെ എക്സാം ഹാളല്ലേ, നമുക്ക് മനസ്സിലാവും. പുറത്തിരുന്ന് നമ്മൾ പറയും പോലെ അല്ല നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അടുത്ത ലാസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. താഴെ ഒരു പ്രസ്താവനയും ഒരു കാരണവും നൽകിയിരിക്കുന്നു. ABCD ഇവയിൽ നിന്നും ശരിയായത് എടുക്കുക. അതങ്ങനെയാണല്ലോ. പിന്നീട് പ്രത്യേക ഇതിന്റെ കാര്യം എന്താണ്? ഓക്കെ, പ്രസ്താവന: ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം ഭൂമധ്യരേഖയിൽ കുറവും ധ്രുവങ്ങളിൽ കൂടുതലുമായിരിക്കും. ഓക്കെ അല്ലേ? നമ്മളത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് താഴേക്ക് പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാവുന്ന ഒരു ത്വരണം, അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അതിന്റെ നോർമൽ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്നും, പോൾസിലേക്ക് വരുമ്പോൾ അത് എത്രയാ പറഞ്ഞേ? പോൾസിൽ എത്രയാ? ആർക്ക് പറയാം? ധ്രുവങ്ങളിലേക്ക് വരുമ്പോൾ എത്രയാ? ധ്രുവങ്ങളിലേക്ക് വരുമ്പോൾ 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്നും, പോൾസിലേക്ക് അല്ലെങ്കിൽ ധ്രുവങ്ങളിലേക്ക് വരുമ്പോൾ 9.83 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും, ഇനി ഇക്വേറ്ററിലേക്ക് വരുമ്പോൾ 9.78 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് സ്ക്വയർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മൂല്യം ഭൂമധ്യരേഖയിൽ കുറവും ധ്രുവങ്ങളിൽ കൂടുതലുമായിരിക്കും. വളരെ ശരി. കാരണം
ഭൂമധ്യരേഖയിലെ ഭൂമിയുടെ ആരം കൂടുതലും ധ്രുവങ്ങളിൽ ഭൂമിയുടെ ആരം കുറവുമാണ്. നമ്മൾ ഭൂമിയുടെ ഷേപ്പ് പഠിക്കുന്നുണ്ട്, ജിയോയിഡ് എന്ന ഷേപ്പ് പഠിക്കുന്നുണ്ട്. അതായത് മധ്യഭാഗം പുറത്തേക്ക് തള്ളിയും ധ്രുവങ്ങൾ പരന്നുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധ്രുവങ്ങളിൽ ഭൂമിയുടെ ആരം എങ്ങനെയാണ്? കുറവാണ്. ആരം കുറയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടും. ആരം കുറയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യും കുട്ടികളെ? കൂടും, ആരം കുറയുമ്പോൾ. അപ്പൊ ധ്രുവങ്ങളിൽ കുറവ്, അതുപോലെ തന്നെ ഭൂമധ്യരേഖയില് എന്താണ് കുട്ടികളെ? കൂടുതലുമാണ്. അപ്പം ഇത് ശരിയാണ്. ഭൂമധ്യരേഖയിൽ ഭൂമിയുടെ ആരം കൂടുതലും ധ്രുവങ്ങളിൽ ഭൂമിയുടെ ആരം കുറവുമാണ്. ഓക്കെ, അപ്പം പ്രസ്താവനയും കാരണവും ശരിയാണ്. എന്നാൽ പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ് നൽകിയിരിക്കുന്ന കാരണം. എന്നാൽ എന്ന വാക്ക് പറയുമ്പോൾ ഈ വാക്യം തെറ്റിയില്ലേടെ? ഓക്കെ, മലയാള സാറിന് ചോദിച്ചു നോക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ പ്രസ്താവനയും കാരണവും ശരിയാണ്. പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ് നൽകിയിരിക്കുന്ന കാരണം. ഓക്കെ അല്ലേ? തെറ്റി കേട്ടാ. മലയാളത്തിൽ നിന്നുള്ളൊരു മാർക്ക് അവിടെ വീണിട്ടുണ്ട് കേട്ടാ, തെറ്റാണ്. ശരി, ഇനി ഞാൻ ചോദിക്കുകയാണേ, ശ്രദ്ധിച്ച് കേട്ട് മറുപടി പറയണേ. ഇത് ചോദിക്കുന്നതാണ്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ? ഞാൻ ചോദിക്കാറുണ്ട്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്താണോ ഭൂമധ്യരേഖാ പ്രദേശത്താണോ? വസ്തുവിന്റെ ഭാരം നിങ്ങൾക്ക് ചോദിക്കുകയാണ്. വസ്തുവിന്റെ ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ്, പോൾസിലാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. കാരണം പോൾസിൽ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലാണ്. ധ്രുവങ്ങളിൽ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ധ്രുവങ്ങളിൽ നമുക്ക് വസ്തുവിന്റെ ഭാരം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടും. ഇനി നമ്മുടെ ഇക്വേറ്ററിൽ കുറവായതുകൊണ്ട് എന്താണ് കുട്ടികളെ? ഭാരം കുറവായിട്ട് അനുഭവപ്പെടുന്നത്, ഏറ്റവും ഭാരം കുറവായിട്ട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖയിൽ ഭാരം കുറവായിട്ട് അനുഭവപ്പെടും. ഓക്കെ, ഇത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പോൾസിൽ തണുപ്പായതുകൊണ്ട് നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ധ്രുവത്തിലൊക്കെ പോണ ഒരാളെ കാണുന്നത് ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പെരുവി വീർത്തിരിക്കുന്ന ഒരാളെയാണ് കാണുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് അവിടെ ഭാരം കൂടുതലെന്ന് നമുക്ക് ഓർക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ ഭൂമധ്യരേഖ പ്രദേശത്ത് എപ്പോഴും സൺലൈറ്റ് ആണ്. അതുകൊണ്ട് അവിടെ നമ്മൾ ഒരാളെ കാണുമ്പോൾ ആള് നമ്മളെ മറ്റേ ആടുജീവിതത്തിലെ പൃഥ്വിരാജിനെ പോലെ ഇങ്ങനെ ഉണങ്ങി വലിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കും. ഓക്കെ, അപ്പം വസ്തുവിന് ഭാരം കൂടുതൽ എവിടെയെന്ന് കേട്ട് കഴിഞ്ഞാല് അത് ധ്രുവപ്രദേശത്തും. ഓക്കെ, ഇനി വസ്തുവിന് ഭാരം കുറവ് എവിടെയെന്ന് കേട്ട് കഴിഞ്ഞാല് അത് ഭൂമധ്യരേഖാ പ്രദേശത്തുമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, മാസ് എവിടെയാണ് കൂടുതൽ, എവിടെയാണ് കുറവ്? അപ്പൊ നമ്മള് ഭൂഗുരുത്വ ത്വരണം നമ്മൾ പറഞ്ഞു, ഭാരം പറഞ്ഞു, മാസ് എവിടെയാണ് കൂടുതൽ, എവിടെയാണ് കുറവ്? കേട്ടാ, മാസ് എവിടെയാണ് കൂടുതൽ, എവിടെയാണ് കുറവെന്ന് ചോദിച്ചുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓടിച്ചു വിടണം. കാരണം മാസ് കോൺസ്റ്റന്റ് ആണ്. മാസിന് എന്ത് ചെയ്യത്തില്ല, വ്യത്യാസം വരത്തില്ല. ഓക്കെ, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനാണ് മാസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ കാണുന്നത്, ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നില്ല, ഇതാണ് എന്റെ മാസ്. ഓക്കെ, ഇത് എവിടെ കൊണ്ടുവച്ചാൽ ഇത് ഇതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ എന്റെ ഭാരത്തിൽ എന്ത് ചെയ്യും, വ്യത്യാസം ഉണ്ടാവും. അതുപോലെ നിങ്ങൾ മനസ്സിലായ? ഇപ്പം ഇത് എന്റെ മൈക്കാണ്, എന്റെ മൈക്കിന്റെ പെട്ടിയാണ്, ഇതാണ് എന്റെ മാസ്. ഈ മാസ് എവിടെ പോയാലും ഇത് ഇതുപോലെ തന്നെയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, പക്ഷെ ഇതിന്റെ എന്തിൽ വ്യത്യാസം വരും? ഭാരത്തിൽ വ്യത്യാസം വരും. മനസ്സിലായ? ഓക്കെ, മാസ് കോൺസ്റ്റന്റ് ആണ്. മാസിന് ഒരിടത്തും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വ്യത്യാസം ഉണ്ടാവത്തില്ല കേട്ടോ. ഓക്കെ, ശരി. അപ്പം നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഈ എക്സ്ട്രാ പറഞ്ഞിരുന്ന പോയിന്റ്സ്, എക്സ്പ്ലനേഷൻസ് എല്ലാം നന്നായി നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ക്ലിയർ ആണ്? നമുക്ക് സീ യു ടുമാറോ. നാളെ സൺഡേ ആണ്, നമുക്ക് ആ സെഷൻ കൂടെ എടുക്കുമ്പം അതങ്ങ് കവർ ആവും കേട്ടോ. ഓക്കെ, സോ എക്സാമൊക്കെ എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് തോന്നുന്നു. ആശ്വാസം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്ററുകൾ വഴിയുള്ള മാനസികാരോഗ്യ ബോധവൽക്കരണ പദ്ധതിയാണ് ആശ്വാസം എന്ന് പറയുന്നത്. ആശ്വാസം ഓക്കെ അല്ലേ? ഫാമിലി ഹെൽത്ത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നടപ്പിലാക്കുന്ന മാനസികാരോഗ്യ പദ്ധതിയാണ് ആശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? ശരി. സോ സീ യു ടുമോറോ. ബൈ. ഗുഡ് നൈറ്റ്.